ഗോഡ് ഈസ് ലിസണിങ് മൈ ഡിക്ലറേഷൻ. എൻ്റെ പ്രഖ്യാപനങ്ങളെയും എൻ്റെ സംസാരങ്ങളെയും എൻ്റെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ബോധ്യം. അതാ പറഞ്ഞ, ഞാൻ പറഞ്ഞാൽ മഴ പെയ്യും, ഞാൻ പറഞ്ഞാൽ മഴ പെയ്യത്തില്ല എന്ന് ഏലിയ പറഞ്ഞത്. ഇത് തന്നെ യേശു കർത്താവും പഠിപ്പിച്ചു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ വാഗൊണ്ട് നമ്മൾ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും പലതും അഴിക്കും. എന്നാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ നമ്മൾ തന്നെ ഇത് തിരിച്ചു കെട്ടും. തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും തൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. ആ സംസാരം ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. അത് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. ആ ബുക്കിനകത്ത് എഴുതിയും വെച്ചു. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. ഞാനും നിങ്ങളും സംസാരിക്കുന്ന സംസാരങ്ങൾ ദൈവമക്കളാണോ, ദൈവഭക്തിയുള്ളവരാണോ? കൈ ഉയർത്താവോ? ഉറപ്പല്ലേ? നമ്മൾ സംസാരിച്ച സംസാരങ്ങൾ, നമ്മുടെ കോൺവെർസേഷൻസ് ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ബുക്കിരിപ്പുണ്ട്. ആ പുസ്തകത്തിനകത്ത്, ആ ബുക്കിനകത്ത്, ദ ബുക്ക് ഓഫ് റിമംബ്രൻസ്, ആ ബുക്കിനകത്ത് നിങ്ങളുടെ വർത്താനം എല്ലാം എഴുതി വെച്ചിട്ടുമുണ്ട്. സന്തോഷമായല്ലോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വളരെ, അതാ ഞാൻ പറഞ്ഞത്, ഈ മെസ്സേജ് ചുമ്മാ കൈയടിച്ച് വിടാനുള്ളതല്ല, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളുടെയും ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര കൈകൊട്ടിയിട്ടും വിവിധ തരത്തിലുള്ള പാസ്റ്റർമാരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടും പ്രവാചകനും അപ്പോസ്തലനും സുവിശേഷകനും ഇടയനും ഉപദേഷ്ടാവും എല്ലാവരും കൂടെ വന്ന് തലയ്ക്ക് പിടിച്ചിട്ടും തറയെ കിടന്ന് ഉരുണ്ടു മറിഞ്ഞിട്ടും പലതിൻ്റെയും ജീവിതത്തിൽ ഒരു മാറ്റവും ഒരു വിടുതലും ഒരു എഴുമ്പേറ്റവും ഇല്ലാതിരിക്കുന്നതിൻ്റെ പിറകിൽ എന്തോ ചില കാരണങ്ങളുണ്ട്. എൻ്റെ അനുഗ്രഹത്തിൻ്റെ താക്കോൽ എന്ന പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തിയ ഒരു വാക്കുണ്ട്. ചിലർ അനുഗ്രഹിക്കപ്പെടുവാനും ചിലർ അനുഗ്രഹിക്കപ്പെടാതെ പോയതിൻ്റെയും പിറകിൽ ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. ആ റീസൺസ് പ്രധാനമായും ഞാൻ ഇവിടെ കാണുന്നു. ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് വാഗ്ദത്തമുള്ള ജനമാണ്. ഇസ്രായേൽ ജനം എപ്പോഴും പുതിയ നിയമസഭയ്ക്ക് നിഴലാണ്. ഇന്നിത് ഇവിടെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമ വിശ്വാസികളാണ്. വി ആർ ദ ന്യൂ ടെസ്റ്റ്മെന്റ് ബിലീവേഴ്സ്. ആ ഇസ്രായേൽ ജനത, ഇസ്രായേൽ ജനമെന്ന് പറയുന്നത് പുതിയ നിയമസഭയ്ക്ക് ഷാഡോയാണ്, നിഴലാണ്. അവരെ പോലെ അത്ഭുതം കണ്ടവർ, അവരെ പോലെ വാഗ്ദത്തമുള്ളവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഓർത്ത്, ഇതൊരു ചർച്ചല്ലേ, ഇതൊരു കൂട്ടമല്ലേ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ ഒന്നിച്ച് പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട, അരിയും ഉഴുന്നും വെള്ളത്തിലിടണ്ട ഇഡ്ഡലി ഉണ്ടാക്കാൻ, ചിക്കൻ കറി ഉണ്ടാക്കണ്ട. രാവിലെ ആകുമ്പം വീടിൻ്റെ വാതിലിൽ ബ്രേക്ക്ഫാസ്റ്റ് വരും. അത് മന്നയും കാടയായിരിക്കും. പിന്നെ പകല് നല്ല വെയിലത്ത് നടക്കുമ്പോഴും നല്ല AC ക്ലൈമറ്റാണ്, ചൂടടിക്കുന്നില്ല, മേഘസ്തംഭം. രാത്രി ഇലക്ട്രിസിറ്റി വേണ്ട, അഗ്നിത്തൂണ്. പാറയ്ക്കകത്ത് പാസ്റ്റ് അടിച്ചപ്പം പാറയ്ക്കകത്ത് നിന്ന് വെള്ളം പുറപ്പെടുക. വടി നീട്ടി പ്രാർത്ഥിച്ചപ്പം വലിയൊരു കടലങ്ങ് രണ്ടാകുക. ആ പാസ്റ്ററെ, ആ സഭയൊന്ന് ഓർത്തേ, ആ കൂട്ടത്തെ ഒന്ന് ഓർത്തേ. ഇതുപോലെ അത്ഭുതം കണ്ട, ഇതുപോലെ വാഗ്ദത്തമുള്ള, ഇതുപോലെ ദൈവിക ഇടപെടിയിലുണ്ടായ ഒരു കൂട്ടം വേറെയില്ല. ഞാൻ ഇന്നത്തെ മെസ്സേജിൽ തുടക്കത്തിലേ പറയുന്നു, ഉറങ്ങിപ്പോവല്ലേ. കാരണം ഉറക്കിക്കളയും.
രക്ഷപ്പെടാനുള്ളത് പറയുമ്പോൾ ഉറങ്ങിക്കളയും. നമ്മൾ ഈ ഭയങ്കര ശബ്ദം വെച്ച് ബഹളം ഉണ്ടാക്കി കൈ അട്ടിപ്പിച്ച് കഴിയുമ്പം നമ്മൾ പറയും നല്ല മീറ്റിംഗ് ആയിരുന്നു. എന്തുവായിരുന്നു പ്രസംഗിച്ച്, എന്തുവായിരുന്നു നല്ല മീറ്റിംഗ്? പക്ഷെ ഭയങ്കര നല്ല മീറ്റിംഗ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര നല്ല, എന്തുവായിരുന്നു പ്രസംഗിച്ച്, എന്ത് പഠിച്ച്, അതൊന്നും എനിക്ക് അതിനോട് നല്ല മീറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ആകുക അല്ലെന്ന് ചില കാര്യങ്ങളൊന്നും നമ്മളൊന്ന് മനസ്സിരുത്തി മനസ്സിലാക്കാൻ പോവാം. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടില്ലെങ്കിൽ ലൈവിലുള്ളവരോട് ചോദിക്കട്ടെ, ഇത്രയും വാഗ്ദത്തമുള്ള ജനം, പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നിത്തൂണായി ദൈവം കൂടെ ഇരുന്ന ജനം, കനാനിലെത്തിയില്ല പലരും. ഇന്ന് കണ്ട മിസ്രൈമിനെ മേലാൽ കാണുകയില്ല എന്നുള്ള ദൈവീക വാഗ്ദത്വത്തിൽ അതിശക്തനായ ദൈവപുരുഷനായ പ്രവാചകനായ മോശയോടുകൂടെ പുറപ്പെട്ട ഈ കൂട്ടം എന്ത് കാരണം കൊണ്ടാണ് അവരിൽ പലരും കനാനിൽ എത്താതെ പോയത്, അവരുടെ ഡെസ്റ്റിനിയിൽ എത്താതെ പോയത്? ഇത് തന്നെയാണ് ഇന്ന് നമ്മളിലും സംഭവിക്കുന്നത്. എങ്ങും എത്തുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര കൈയടിച്ചിട്ടും എന്നെല്ലാം കാണിച്ചെന്ന് പറഞ്ഞിട്ടും ആ ഒരു പ്രോമിസിലേക്ക്, ആ ഒരു ദൈവിക വാഗ്ദത്തത്തിലേക്ക്, ദൈവം വെച്ചിരിക്കുന്ന ആ ഒരു, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു മഹത്വരമേറിയ പൊസിഷനിലേക്ക് കയറി വരുന്നില്ല. നട്ടപ്പോഴും ഒരു കുട്ട, വിളവെടുത്തപ്പോഴും ഒരു കുട്ട, ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് എന്തോ ഒരു കാരണമുണ്ട്. ഈ കാരണം നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ഈ ഇരിക്കുന്ന സഭ, നമുക്ക് നിഴലായി നിൽക്കുന്ന ഇസ്രായേൽ സഭയെ ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കണമെങ്കിൽ ഈ കാര്യം പുതിയ നിയമസഭയോട് അപ്പോസ്തോലനായ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അവരിൽ ചിലർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. അതിൻ്റെ 4-ാമത്തെ വാക്യം, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു തന്നെയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരിൽ മിക്ക പേരും മരുഭൂമിയിൽ പട്ടുപോയി. അവർ വാഗ്ദത്തം കേട്ടവരായിരുന്നു, അവർ ദൈവത്തിൻ്റെ ജനമായിരുന്നു, അവരെ ദൈവം വിളിച്ചിറക്കിയതാണ്. അവരുടെ മുമ്പിൽ അഭിഷേകം ചെയ്ത് ദൈവം നടത്തുന്ന അവരുടെ പാസ്റ്റർ, അവരുടെ ഇടയൻ, അവരുടെ പ്രവാചകൻ എന്ന് പറയുന്നത് ഇസ്രായേൽ ചരിത്രത്തിലെ അതിശക്തനായ അഭിഷിക്തനാണ്. ഇത്രയും വാഗ്ദത്വങ്ങളും ഇത്രയും ദൈവിക പ്രവൃത്തികളും കരുതലുകളും ഒക്കെ ഉണ്ടായ ഈ കൂട്ടം എന്ത് കാരണം കൊണ്ടാണ് അവർ കനാനിൽ എത്താതെ പോയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും വായിക്കാറില്ലല്ലോ, എങ്കിൽ ഇപ്പോൾ ഒന്ന് വായിച്ചോ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് മനസ്സിരുത്തി വായിച്ചേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും, വായിക്കാം പാസ്റ്ററെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. പാസ്റ്ററെ, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവർക്കും ഫുഡ് കൊടുത്തപ്പോൾ ഒരേ ഫുഡാ കൊടുത്തത്. വാഗ്ദത്തം കേട്ടവരെല്ലാം ഒരേ വാഗ്ദത്തമാണ് കേട്ടത്. അടുത്ത വാക്യം, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കണം? ഇത്രയും അത്ഭുതം കണ്ട, ഇത്രയും വാഗ്ദത്തമുള്ള ഇവരിൽ മിക്ക പേരിലും, ഹല്ലേലൂയ, മിക്ക പേരിലും, നോട്ട് 1 or 2, മെനി ഓഫ് ദം, ഇവരിൽ പലരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അവരെ മനസ്സുകൊണ്ട് ഇഷ്ടമല്ല.
പക്ഷേ ഭയങ്കര അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ, വിടുതലുകൾ, കൈയടിക്കാൻ പാട്ടിക്കാൻ തുടങ്ങി 8 മണി വരെ കൈയടിക്കും, ഭയങ്കര തുള്ളല്, പാട്ട്, ബഹളം. പക്ഷേ ദൈവത്തിന് അവരെ മനസ്സുകൊണ്ട് ഇഷ്ടമല്ലായിരുന്നു. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിന് അവരെ നോക്കുമ്പോൾ ഒരു സന്തോഷം തോന്നിയില്ല. അതിൻ്റെ കാരണം അടുത്ത വാക്യത്തിൽ എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ്. ഇത് ശ്രദ്ധിക്കാതെ പോകരുത്, ഇത് നമുക്കൊരു പാഠമാണ്. നെക്സ്റ്റ് വേർഡ്, അടുത്ത വാക്യം. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ അതെ, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണ് പോയതുപോലെ. ഒറ്റ ദിവസമൊക്കെ വീണ് പോയത്, അന്നൊക്കെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ ഉണ്ടായിരുന്നേ മൊത്തം അവരുടെ ഫോട്ടോ ആയിരുന്നേനെ. പ്രൈസ് ലോർഡ്. ഒറ്റ ദിവസം വീണ് പോയത് 23,000 പേരാണ്. വിശ്വാസത്തിൽ നിന്നും കൃപയിൽ നിന്നും വാഗ്ദത്വത്തിൽ നിന്നും ഒക്കെ വീണ് പോയത്. ഇതിനെല്ലാം പ്രധാന കാരണം എന്നായിരുന്നെന്നറിയോ? എല്ലാവരും നോക്കി, എൻ്റെ റീസണാണ് പറയുന്നത്. എല്ലാ സീസണും ഒരു റീസണുണ്ട്. മനസ്സിലായില്ലല്ലേ? നിങ്ങൾ എന്നെ മിണ്ടാതിരിക്കുന്നത്? എല്ലാ ക്രിസ്മസ് സീസണ് ഒരു റീസണുണ്ട്, അത് യേശുവിന്റെ ജനനമാണ്. ഈസ്റ്റർ സീസണ് ഒരു റീസണുണ്ട്, അത് യേശുവിന്റെ ഉയർപ്പാണ്. ഇതുപോലെ എല്ലാ സീസണും ഒരു റീസണുണ്ട്. ഇവർ വീണുപോയതും ഇവർ പരാജയപ്പെട്ടതും ഇവരെങ്ങും എത്താതെ പോയതും ദൈവം ഇവരിൽ പ്രസാദിക്കാതെ പോയതിൻ്റെ പിറകിൽ ഒരു റീസണുണ്ട്. ആ റീസണാണ് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നത്. യഹോവ മോശയോട് ഇസ്രായേൽ മക്കളുടെ പിറുവിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ നന്മയുടെയും നമ്മുടെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും കാരണം നമ്മുടെ വർത്തമാനമാണ്. നമ്മുടെ പരാജയത്തിൻ്റെയും നമ്മുടെ തകർച്ചയുടെയും കാരണവും നമ്മുടെ നാക്കാണ്, നമ്മുടെ സംസാരമാണ്. ഇവിടെ ഒരു കാര്യം പൊതുവായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കോൺവെർസേഷൻസിനെ, നമ്മളുടെ സംസാരങ്ങളെ, ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നത്, ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നത്, അപ്പൻ മക്കളോട് സംസാരിക്കുന്നത്, മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നത്, ഒരു പാസ്റ്റർ മറ്റൊരു പാസ്റ്ററോട് സംസാരിക്കുന്നത്, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് സംസാരിക്കുന്നത്, നമ്മുടെ എല്ലാ കോൺവെർസേഷനുകളെയും നമ്മളുടെ എല്ലാ സംഭാഷണങ്ങളെയും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു ബോധം നിങ്ങളുടെ അകത്ത് എപ്പോൾ ഉണ്ടാകുന്നോ അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ദൈവികമായ സ്പിരിച്വൽ എൻകൗണ്ടറുകൾ ഉണ്ടാകും. ഇത് വെറുതെ പറയുന്നതല്ല. ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം, നമ്മുടെ വാഗൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളെ, വിശ്വാസത്തിൻ്റെ പറച്ചിലുകളെ, പ്രഖ്യാപനങ്ങളെയാണ് ദൈവം കൂടുതലും എഗ്രി ചെയ്യുന്നത്. ഇസ്രായേൽ ചരിത്രത്തിലെ അതികായികനായ അതിശക്തനായ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ് പോലെ പ്രയോജനപ്പെട്ട പ്രൊഫറ്റാണ്, പ്രവാചകനാണ് ഏലിയാവ്. ആ ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ ആരുടെയും പേര് വിളിച്ചതോ ഡീറ്റെയിൽസ് പറഞ്ഞതോ ഒന്നും ഞാൻ കാണുന്നില്ല. എന്നാൽ അങ്ങനെ സംഭവിച്ചതും ഉണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഏലിയാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മേളിൽ കിടന്ന പ്രൊഫറ്റിക് ഗ്രേസ് എന്ന് പറയുന്നത് പ്രഖ്യാപനങ്ങളുടെ ശക്തിയാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. ഒരിക്കൽ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ ഇസബേലും ആഹാബും ശ്രമിക്കുമ്പോൾ ആ സത്യം തിരിച്ചറിഞ്ഞ ഏലിയാവ് ഇസബേൽ എന്ന ദുഷ്ടഭരണാധികാരിയുടെ അരമനയിലെത്തി അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടം ആക്കുന്നതിനാൽ നിന്റെ തലച്ചോറ് നായ നക്കുമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞിട്ട് പോയി. അന്നേരം ഒന്നും സംഭവിച്ചില്ല, ഒന്നും പറ്റിയില്ല.
പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വേദപുസ്തകം തുറന്ന് വായിക്കണം ഇസബേൽ എങ്ങനെയാ മരിച്ചതെന്ന്. ഇസബേൽ എങ്ങനെയാ മരിച്ചത്, ആ പറഞ്ഞത് അതുപോലെ നടന്നോ എന്നൊന്ന് വായിച്ചു നോക്കിയേക്കണം. കാരണം പേരുവിളിയും മകനെ ഞാൻ കാണുന്നു ഇതൊന്നും അല്ലായിരുന്നു, പറയുകയായിരുന്നു പുള്ളി. മുഖത്ത് നോക്കി പറയുകയായിരുന്നു. കാരണം ഏലിയാവിന്റെ അകത്ത് ഉള്ള ഏറ്റവും വലിയ ഒരു ഉറപ്പ്, God is listening my conversation. God is listening my declaration. എൻ്റെ പ്രഖ്യാപനങ്ങളെയും എൻ്റെ സംസാരങ്ങളെയും എൻ്റെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ബോധ്യം. അതാ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ മഴ പെയ്യും, ഞാൻ പറഞ്ഞാൽ മഴ പെയ്യത്തില്ല എന്ന് ഏലിയ പറഞ്ഞത്. ഇത് തന്നെ യേശു കർത്താവും പഠിപ്പിച്ചു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ വാഗൊണ്ട് നമ്മൾ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും പലതും അഴിക്കും. എന്നാൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നമ്മൾ തന്നെ ഇത് തിരിച്ചു കെട്ടും. ആരും മിണ്ടുന്നില്ല. നമ്മൾ അഴിക്കുന്നു, നമ്മൾ തന്നെ കെട്ടുന്നു. ഇത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ വാ കൊണ്ടാണ്. എന്നാൽ ഇതിനകത്തൊരു മാറ്റം ഇന്നുണ്ടായാൽ നിന്നെ പിടിച്ചു നിർത്താൻ കഴിയാത്ത നിലകളിൽ നീ ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഇന്ന് പകൽ ആത്മാവ് പ്രവചിക്കുകയാണ്. ഇത്രയും വാഗ്ദത്തമുള്ള ഇസ്രായേൽ ജനം, ഇത്രയും അത്ഭുതം കണ്ട ഇസ്രായേൽ ജനം, ഇത്രയും ദൈവപ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിച്ച ഇസ്രായേൽ ജനം, ദൈവം തമ്പുരാൻ കൂടെ ഇരുന്ന് നടത്തിയ ഇസ്രായേൽ ജനം, വിളിച്ചിറക്കിയ ഇസ്രായേൽ ജനം വഴിയിൽ പട്ടുപോയതിൻ്റെയും പരാജയപ്പെട്ടതിൻ്റെയും തകർന്നു പോയതിൻ്റെയും മറുകരയെത്താതെ പോയതിൻ്റെയും പ്രധാന കാരണം അവന് കൃപയില്ലാഞ്ഞല്ല, അവന് പാട്ടുപുസ്തകത്തിലെ പാട്ടറിയാഞ്ഞല്ല, കൈയടിക്കാഞ്ഞല്ല, യഹോവ ദൈവമാണെന്നറിയാഞ്ഞല്ല, അവന്റെ നാക്ക് ശരിയല്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവം പലപ്പോഴും മോശയോട് പറഞ്ഞു, മോശെ എവറിതിങ് ഈസ് ഫൈൻ, എല്ലാം ഓക്കെയാ, ഞാൻ കൂടുണ്ട്. പക്ഷേ ഈ ജനത്തോട് പറയണം, ഇങ്ങനെ നെഗറ്റീവായ കാര്യം വാഗൊണ്ട് പറയരുത്. ഇവറ്റകളുടെ പിറുപിറുപ്പ് കേട്ട് ഞാൻ മടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. Are you with me? ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ദൈവം കേൾക്കുന്നു എന്ന ബോധ്യത്തിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 18 വർഷമുള്ള കുടുംബത്തെ നോക്കി നിങ്ങൾക്ക് അടുത്ത കൊല്ലം ഒരു തലമുറ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്നതിനെ എൻ്റെ ദൈവം ശ്രദ്ധിക്കുന്നു എന്ന ബോധ്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഈ ബോധ്യം, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ അറിയുന്നൊരു ദൈവം എൻ്റെ തലയ്ക്ക് മേളിലുണ്ട് എന്ന ചിന്ത എല്ലാവരിലും ഭരിക്കട്ടെ. നിങ്ങൾ ചിലയിടത്ത് ചെന്ന് ചിലത് പറയുമ്പോൾ, നിങ്ങൾ ചിലയിടത്ത് നിന്ന് ചിലത് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ CCTV ഉണ്ടോന്ന്, ചുറ്റും നോക്കുന്നുണ്ടല്ലോ CCTV ഉണ്ടോന്ന്. എന്നാൽ നിങ്ങൾക്കറിയാവോ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു CCTV, നിങ്ങളുടെ സകല ശബ്ദവും റെക്കോർഡ് ചെയ്യുന്ന ഒരു CCTV നിങ്ങളുടെ തലയ്ക്ക് മേളിലുണ്ട്. ഈ ബോധ്യം ഒരുത്തന്റെ അകത്ത് കയറിയാൽ, അവൻ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ, അവനായിരിക്കും ഒരു വിശുദ്ധൻ എന്ന് പറയുന്നത്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഞാൻ എന്താണ് എൻ്റെ മൊബൈലിൽ കാണുന്നത്, ഞാൻ എന്താണ് എൻ്റെ റൂമിലിരുന്ന് സംസാരിക്കുന്നത്, എൻ്റെ കോൺവെർസേഷൻസ് എന്താണ്, എൻ്റെ മൂവ്മെന്റ്സ് എന്താണ്, ഇതിനെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു ബോധം ഉള്ളിൽ ഭരിക്കണം. കുറച്ച് പിള്ളേരെല്ലാം കൂടെ ചേർന്ന് എലീശായെ കളിയാക്കി, മൊട്ടത്തലയാ എന്നൊക്കെ വിളിച്ച് കളിയാക്കി. ആ പിള്ളേരുടെ കോൺവെർസേഷൻ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന്റെ അഭിഷിക്തനെ കളിയാക്കിയത്. വേദപുസ്തകം പറയുന്നു, കാട്ടിൽ നിന്ന് കരടികൾ ഇറങ്ങി വന്ന കുഞ്ഞുങ്ങളെ നിഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഈ വാ തുറന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിലത് പറയുമ്പോൾ അത് നമ്മുടെ അനുഗ്രഹങ്ങളെ തടയുകയാണ്. കളിയാക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുക, അപവാദങ്ങൾ പറയുക, ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, പിറുപിറുക്കുക, കുറ്റപ്പെടുത്തുക, ഇതെല്ലാം നമുക്ക് നമ്മൾ തന്നെ ഇടുന്ന താഴുകളാണ്, നമുക്ക് നമ്മൾ തന്നെ ഇടുന്ന പൂട്ടുകളാണ്. ഈ നമ്മൾ തന്നെ നമ്മളെ പൂട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പാസ്റ്റർമാരുടെ അടുക്കൽ അഴിക്കാൻ നടക്കുകയാണ്. ആരും മിണ്ടുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ പൂട്ടി വെച്ചിരിക്കുകയാണ്.
അതാണ് യേശു ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ, 44-45 വാക്യത്തിൽ പറയുന്നത്, ഏത് വൃക്ഷത്തെയും അതിന്റെ ഫലം കൊണ്ടറിയാം. 45-ാമത്തെ വാക്യം പറയുന്നു, നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. ഇവിടെ മലയാളം ബൈബിളിൽ നല്ല മനുഷ്യനും ദുഷ്ട മനുഷ്യനും, ഇവരെ തമ്മിൽ നല്ല മനുഷ്യനാ പുള്ളി പറഞ്ഞത്. പുള്ളി ഒരു നല്ല മനുഷ്യനാ. നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് പുള്ളി ഒരു നല്ല മനുഷ്യനാന്ന് പറഞ്ഞത്? അത് പുള്ളി ഭയങ്കര, എന്നെ കാണുമ്പോൾ അങ്ങ് വളഞ്ഞു നിൽക്കും, അങ്ങ് ഭയങ്കര സ്നേഹം, ചെരുപ്പ് ഇടത്തില്ല. പിന്നെ പുള്ളി അങ്ങനെ വളരെ സിമ്പിളാ. പക്ഷെ ദൈവം നോക്കുന്നത് നീ 250 രൂപയുടെ ഉടുപ്പാണോ ഇട്ടിരിക്കുന്നത്, 2500 ഉടുപ്പാണോ എന്നല്ല, നിന്റെ വായിൽ നിന്ന് എന്താ വരുന്നതെന്നാ ദൈവം നോക്കുന്നത്. നീ 500 രൂപയുടെ വാച്ചാണോ 5000 രൂപയുടെ വാച്ചാണോ കെട്ടിയേക്കുന്നതെന്നല്ല ദൈവം നോക്കുന്നത്. ഈ വാച്ചും കെട്ടിക്കൊണ്ട് നടക്കുന്ന നിന്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളതിനെ അറിയുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദിനേക്കാളും പൊക്കവും വണ്ണവും ഉയരവും ഉള്ള ദാവീദിന്റെ സഹോദരന്മാർ, അതികായികന്മാർ, അതിശക്തന്മാരായ പട്ടാളക്കാർ, ഇസ്രായേൽ പട്ടാളത്തിലെ ഓഫീസർമാർ ദാവീദിന്റെ വീട്ടിൽ ഇശ്ശായിയുടെ മക്കളിലുണ്ട്. എന്നാൽ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അഭിഷേകത്തിന്റെ തൈലം സാമുവേൽ ദാവീദിന്റെ തലയിലോട്ട് ഒഴിച്ചേച്ച് പറഞ്ഞു, മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. നല്ല മനുഷ്യൻ അവിടെ ഇംഗ്ലീഷിലുള്ള വാക്കാണ് എ ഗുഡ് മാൻ. അപ്പൊ നല്ല സംസാരം, നല്ല വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ, വാഗൊണ്ട് നല്ല കാര്യങ്ങൾ പറയുന്ന, വിശ്വാസം പറയുന്ന മനുഷ്യനെ ബൈബിൾ കൊടുത്തിരിക്കുന്നത് എ ഗുഡ് മാൻ. എന്നാൽ ദുഷ്ട മനുഷ്യൻ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഈ നെഗറ്റീവ് പറയുന്ന, മറ്റുള്ളവരെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, തകർക്കാൻ നടക്കുന്ന, വാക്കുകൾ കൊണ്ട് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ആളിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഈവിൾ മാൻ. ഈവിൾ മാൻ, ബാഡ് എന്നുള്ള, ഗുഡ് കഴിഞ്ഞാൽ ഗുഡിന് ഓപ്പോസിറ്റ് എന്നാ? ബാഡ്. ബാഡ് എന്നല്ല എഴുതിയിരിക്കുന്നത്, ഈവിൾ. ഈ അനാവശ്യം പറയുന്നവന്റെ അകത്ത് ഈവിൾ ഉണ്ട്. ആരും മിണ്ടുന്നില്ല. അവന്റെ അകത്ത് സാത്താനുണ്ട്, അവന്റെ അകത്ത് ഡീമണുണ്ട്. നിങ്ങൾ കൈകൊട്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. കാരണം ഞാൻ ക്രൗഡ് ഇല്ലാതെ പ്രസംഗിക്കുന്ന ആള്. 2 ക്യാമറയും ഒരു കസേരയും മതി എനിക്ക് പ്രസംഗിക്കാൻ. ഒരാളും വേണ്ട. ഒരു കയ്യടി ഇല്ലെങ്കിലും എനിക്ക് പ്രസംഗം വരും. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയുന്ന കാര്യം കൃത്യമാണ് വചനത്തിൽ നിന്ന്. ആരാണ് ഗുഡ് മാൻ, ആരാണ് ഈവിൾ മാൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈവിൾ പേഴ്സൺ അല്ല. നമ്മുടെ വീട്ടിൽ ഈവിളിന്, ഡീമണ്, അന്ധകാര ശക്തിക്ക്, പിശാചിന്, സാത്താന്, ദുരാത്മാക്കൾക്ക് പ്രവർത്തിക്കാനുള്ള, കേറാനുള്ള ഒരു കതകുകളും തുറക്കരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ കതകുകളെല്ലാം തുറക്കപ്പെടുന്നത് നമ്മുടെ വാ തുറക്കുമ്പോഴാണ്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, വിശ്വാസം പറയാൻ നീ വാ തുറന്നാൽ ദൈവം നിനക്ക് വാതിലുകൾ തുറന്നു. വാതിലുകൾ തുറന്നു. വാതിലുകൾ തുറന്നു. വാതിലുകൾ തുറന്നു. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ നാക്കുകൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് ദയവായിട്ട് നമ്മളെ തന്നെ പൂട്ടിക്കളയരുത്. നമ്മളെ തന്നെ ലോക്ക് ചെയ്ത് കളയരുത്. അങ്ങനെ ഏതെങ്കിലും ലോക്കുകൾ ജീവിതത്തിൽ വീണ് കിടപ്പുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച അത് അഴിയുന്ന ഞായറാഴ്ച.
ഈ ഞായറാഴ്ച അത് പൊളിയുന്ന ഞായറാഴ്ചയായി മാറണം. ഓ റാബ ശാന്തൽ കൗഡബ. ദുഷ്ടൻ ദോഷമായി, ഞാൻ വീണ്ടും പറയുന്നു, വാഗ്ദത്തമുള്ളവരെല്ലാം എത്തണമെന്നില്ല. ഇറങ്ങി തിരിച്ചെന്ന് കരുതി എത്തണമെന്നില്ല. അത്ഭുതങ്ങൾ കണ്ടെന്ന് കരുതി എത്തണമെന്നില്ല. ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന് കരുതി എത്തണമെന്നില്ല. നിങ്ങളുടെ വാക്കും നിങ്ങളുടെ നാക്കും ദൈവത്തിന് പ്രസാദകരമായിരുന്നാൽ അതിനകത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുന്നത്. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി. പിന്നെ നമ്മൾ വിശ്വാസികളായ നമ്മൾ പൊതുവെ സംടൈംസ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചില സമയങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ്, ദൈവമേ ഞാൻ അത് അങ്ങ് അറിയാതെ പറഞ്ഞുപോയി, ഞാനതങ്ങ് അറിയാതെ പറഞ്ഞുപോയി എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കർത്താവേ വെരി സോറി, ഞാൻ അങ്ങനെ അങ്ങ് അറിയാതെ ഞാനങ്ങ് പറഞ്ഞുപോയി. നല്ല കാര്യം. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പക്ഷെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞൊരു വാക്യമുണ്ട് ബൈബിളിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ വാഗൊണ്ട് പറഞ്ഞിട്ട് ഓരോന്നും രക്തത്താൽ കഴുകണമേ എന്ന് ഏറ്റു പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെ അതിൻ്റെ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. സഭാപ്രസംഗി 5-ന്റെ 6-ാം വാക്യം, നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. കാരണം ഈ നമ്മളുടെ ആരോഗ്യവും നമ്മുടെ നാക്കുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കുഞ്ഞ് തലവേദന നമുക്ക് വന്നു, ചെറിയ ഒരു തലവേദന വന്നു. എനിക്ക് വയ്യ, എനിക്ക് തലവേദനയാ എന്നൊരു 10 തവണ എന്ന് പറഞ്ഞു നോക്കി, ആ തലവേദന ഇങ്ങനെ കൂടുന്നത് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ അറിയാതെ പോയി കട്ടിലേക്ക് കിടക്കും. എന്നാൽ ആ തലവേദനയെ മൈൻഡ് ചെയ്യാതെ, വലിയ ഗൗനിക്കാതെ നിങ്ങൾ ഇതിപ്പോൾ അങ്ങ് മാറും, അത് ചെറിയൊരു തലവേദന, അതിപ്പോൾ അങ്ങ് പോകും എന്നൊന്ന് പറഞ്ഞ് ഒന്ന് സ്റ്റെപ്പ് വെച്ച് 1/2 മണിക്കൂറിനകത്ത് ആ തലവേദന പോകും. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. ഇനി നമ്മുടെ മലയാളികളായ നമുക്ക് വേണ്ടി തന്നെ എഴുതിയതാ, അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയായിരുന്നു. നീ ഒരു ദിവസം ദൂതന്മാരുടെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ ന്യായവിസ്താരത്തിങ്കൽ നിൽക്കേണ്ട ഒരാളാണ്. അന്ന് നിനക്ക് പറയാൻ പറ്റത്തില്ല, സോറി കർത്താവേ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞുപോയി എന്ന് അബദ്ധവശാൽ വായിന്ന് വന്നുപോയി എന്ന് ദൂതന്റെ മുമ്പിൽ പറയുകയായിരുന്നു. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത്. നമുക്ക് നമ്മൾ തന്നെ പണിയൊപ്പിക്കുന്ന എന്തിനാ? നമ്മുടെ സംസാരം അങ്ങ് നന്നാക്കിക്കൂടെ? ഹല്ലേലൂയ. ആരും മിണ്ടണില്ലല്ലോ. നമ്മുടെ വർത്തമാനം, നമ്മുടെ കോൺവെർസേഷൻ, നമ്മുടെ പ്രഖ്യാപനങ്ങൾ നമ്മളായിട്ട് തന്നെ നമുക്ക് പണി വെക്കാൻ നിൽക്കുന്ന എന്തിനാ? നമ്മുടെ ആ വാക്കുകൾ കണ്ടോ, ദൈവം നിന്റെ വാക്ക് നിമിത്തം നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? കൈകളുടെ പ്രവൃത്തി എന്ന് വെച്ചാൽ അധ്വാനം. നിങ്ങൾ അധ്വാനിച്ചത്, നിങ്ങളുടെ അധ്വാനമാണ് നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ വസ്തുക്കൾ, നിങ്ങളുടെ തലമുറകൾ, ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകിയ ബ്ലെസ്സിങ് ആണ്. വെറുതെ നമ്മളുടെ വാഗൊണ്ട് വേണ്ടാത്ത അനാവശ്യങ്ങൾ, കുഞ്ഞുങ്ങളെ നോക്കിയും ഭാര്യയെ നോക്കിയും ഭർത്താവിനെ നോക്കിയും ജോലിയെ നോക്കിയും ശുശ്രൂഷയെ നോക്കിയും നമ്മുടെ കൂടുള്ളവരെ നോക്കിയും ഒക്കെ പറഞ്ഞ് നമ്മളുടെ കൈകളുടെ പ്രവർത്തികളെ, നമ്മുടെ ബ്ലെസ്സിങ്ങിനെ നമ്മളായിട്ട് എന്തിനില്ലാതാക്കുന്നു? ഞാൻ ഈ പറയുന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണെന്നറിയോ? ഹല്ലേലൂയ. നല്ല പച്ച മലയാളത്തിൽ തൃശ്ശൂക്കാരുടെ ഭാഷ പറഞ്ഞ, മക്കളെ വെളുക്കോളം വെള്ളം കോരിയിട്ട് നീ കല ഉടയ്ക്കരുത്. It's a very important thing. Good man and the evil person. നല്ല മനുഷ്യനും ദുഷ്ട മനുഷ്യനും ഇവരെ തിരിച്ചറിയുന്നത് ദൈവം പറയുന്നു അവരുടെ സംസാരത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു അതങ്ങ് വായിക്കാം. ഞാൻ പ്രസംഗിക്കത്തില്ല, ഇപ്പോഴേ പറയുവാണ്. ഞാനത് പ്രസംഗിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കൊള്ളും. ഇങ്ങനെ അതങ്ങ് വായിപ്പിച്ചാൽ മതിയല്ലോ. ബൈബിളിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ?
ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് വായിച്ചു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 5-7 വാക്യങ്ങൾ. 32-ാം അധ്യായം യെശയ്യാ 32, 5, 7. ബൈബിൾ പറയുന്നത് ഭോഷനെ ഇനി ഉത്തമൻ എന്ന് വിളിക്കുകയില്ല. നിങ്ങൾ വിളിക്കുമായിരിക്കും, ഏത് ഭോഷനെയും നിങ്ങൾ ഉത്തമൻ എന്ന് വിളിക്കുമായിരിക്കും, പക്ഷെ ദൈവം വിളിക്കൂല. ഭോഷനെ ഞാൻ ഉത്തമൻ എന്ന് വിളിക്കുകയില്ല. ആഭാസനെ, ഞാനതാ പറഞ്ഞത്, ഞാൻ ബൈബിളിൽ നിന്ന് വായിക്കത്തേ ഉള്ളൂ, പ്രസംഗിക്കത്തില്ലെന്ന്. ആഭാസനെ ഞാൻ മഹാത്മാവെന്ന് പറയുകയില്ല. അപ്പൊ ഈ ഭോഷനെയും ഈ ആഭാസനെയും എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമുക്ക് തിരിച്ചറിയണമല്ലോ. ബൈബിളിൽ നിന്ന് തന്നെ വായിക്കാം. 6-ാം വാക്യം. ഭോഷൻ ഭോഷത്വം സംസാരിക്കും. ഭോഷനെ എങ്ങനെ അറിയുന്നേ? ഭോഷത്വം സംസാരിക്കും. വർത്തമാനത്തിൽ നിന്ന് അറിയാം. ഹല്ലേലൂയ. ആരും മിണ്ടണില്ലല്ലോ. ആമേൻ. വഷളത്വം ചെയ്യും. യഹോവയ്ക്ക് വിരോധമായി അബദ്ധം സംസാരിച്ചു. വിശപ്പുള്ളവരെ പട്ടിണിയിട്ടും ദാഹമുള്ളവർക്ക് പാനം മുടക്കിയും കൊണ്ട് അവന്റെ ഹൃദയം നീതികേട് പ്രവർത്തിക്കും. കണ്ടോ? മറ്റുള്ളവന്റെ വഴി മുടക്കി കളയും. വർത്താനം പറഞ്ഞു കല്യാണം മുടക്കികൾ, അങ്ങനെ കൈപോക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്ത് അവരെന്താ സ്വത്രം ഇന്ന് വരണ്ടായിരുന്നില്ലയോ ദൈവമക്കളെ? ഇത് പ്രസംഗിക്കപ്പെടേണ്ടതാണ്. പോകുന്നതെന്ന് എന്നിട്ട് ഇതെല്ലാം കാണിച്ചു വെച്ചേച്ച് വന്നിരുന്ന് ഭയങ്കര പാട്ടും അന്യഭാഷയും ബഹളവും. നോ, നമ്മുടെ ലൈഫിൽ നമ്മൾ പറഞ്ഞു കെട്ടിയത് നമ്മൾ തന്നെ അഴിച്ചു കളയണം. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യം. ആഭാസന്റെ ആയുധങ്ങളും ദോഷമുള്ളവ. അവനെ എങ്ങനെ അറിയുന്നേ? ന്യായമായി ഒരുത്തൻ സംസാരിച്ചാലും അവൻ വ്യാജ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കാൻ ദുരുപയോഗം നിരൂപിക്കുന്നു. ന്യായമായിട്ടൊരു കാര്യമായിരിക്കും പറഞ്ഞു, പക്ഷെ അപ്പുറം ഇപ്പുറം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഒരു വ്യാജ സാധനം ഉണ്ടാക്കി വേറൊരുത്തനെ നശിപ്പിക്കാൻ ശ്രമിക്കും. പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല, ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. സ്വത്രം. അവർക്ക് സ്വത്ര കാഴ്ച കൊടുക്കുന്നവരുണ്ട്, അവരെ ഓർത്താൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. കൊലോസ്യർ 4:6 ബൈബിൾ പറയുന്നു, നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുന്നതുമായിരിക്കട്ടെ. നമ്മളുടെ അകത്ത് ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വരാം, ചില വാക്കുകൾ വരാം, ചില ദേഷ്യങ്ങൾ വരാം, നമ്മൾ ചില നെഗറ്റീവ് വേർഡ്സ് വരാം. പക്ഷെ ഒരിക്കലും അതിനെ എന്താ പറയുന്നത്, ഏറ്റു പറയാതെ ഉപേക്ഷിക്കാതെ അതിനെ അഴിച്ചു കളയണം. അതിനെ വെച്ചുകൊണ്ടിരിക്കരുത്. ചേർന്ന് ആമേൻ പറഞ്ഞാൽ. കാരണം എൻ്റെ വായ എൻ്റെ ദേഹത്തിന് പാപകാരണമാണ്. ഇനി ഞാനൊരു 10 മിനിറ്റിനകത്ത് നിങ്ങളുടെ ബ്ലസ്സിങ്ങിനുള്ളത് വരും, പിന്നെ ഈ അന്തരീക്ഷം അങ്ങ് മാറും. എനിക്കറിയാം മാറും. പക്ഷെ ഇതെന്തുവാന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ സാത്താനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വെളിപ്പാട് 12:10. അപ്പോൾ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. രാവും പകലും തന്റെ ദാസന്മാരെ കുറ്റം പറയുന്ന അപവാദി അവനെ തീയിൽ തള്ളിയിട്ട് കളഞ്ഞു. സാത്താനെ തള്ളിയിട്ട് കളഞ്ഞു. അപ്പോൾ അപവാദം പറയുന്ന സകലരും പോകുന്ന ഒരിടമുണ്ട്. അതിപ്പോഴേ ബൈബിൾ നിങ്ങളെ റിമൈൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് എൻ്റെ വായ എൻ്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ ഞാൻ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത്രയും വാഗ്ദത്തമുള്ള ഇസ്രായേൽ ജനം
വാഗ്ദത്ത കനാനിൽ എത്താതെ പോയതിന് ദൈവം തമ്പുരാൻ ഒറ്റ റീസണേ പറഞ്ഞുള്ളൂ: മോശെ, ഞാൻ ഇവരുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ചുകൾ. ഇതിനകത്ത് ഭയങ്കര കാര്യമുണ്ട്. ഇപ്പം ഞാനൊരു സത്യമായ കാര്യം പറയുകയാണ്. ഇന്ന് ലൈവിൻ്റെ ഒരു സംവിധാനം ഇല്ലായിരുന്നു, കുറച്ചുകൂടെ ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി സംഭവങ്ങളും ഞാൻ പറഞ്ഞേനെ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരാളെക്കുറിച്ച്, ഇപ്പം നിങ്ങൾ ഒരാളെക്കുറിച്ച്, അത് ആരോ ആകട്ടെ, അമ്മാച്ചനോ അനുജനോ അനന്തരവനോ ആരും ആകട്ടെ, ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ എപ്പോഴും അല്ലെ നിങ്ങളുടെ പാസ്റ്ററോ അച്ഛനോ ആരും ആകട്ടെ, എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒന്ന് വരുന്നത്. ഷിജിനൊന്ന് വാ മോനെ മുന്നിലേക്ക്, ഒന്ന് ഓടി മുന്നിലേക്ക് വന്നാട്ടെ. ഞാൻ ഈ ഷിജിൻ ബ്രദറിനെ കുറിച്ച് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന, എപ്പോഴും ഈ പുള്ളിയെക്കുറിച്ച് ഞാൻ എൻ്റെ ഭാര്യയോടും എൻ്റെ കൂടെ ഉള്ളവരോടും എൻ്റെ ഒപ്പം നിൽക്കുന്നവരോടും, എല്ലാവരും മോനെ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ കൂടെയുള്ളവരോടും എൻ്റെ ഒപ്പം നിൽക്കുന്നവരോടും എപ്പോഴും ഞാൻ ഷിജിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ടല്ലോ, ഇവൻ്റെ മേളിൽ എൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാൽ ഒരു പൈശാചികമായ ഒരു പിടി ഇങ്ങനെ അങ്ങ് മുറുകും. ആ പിടി മുറുകിയിട്ട് ഈ പുള്ളി ഇതൊന്നും കേൾക്കുന്നില്ലെങ്കിൽ പോലും, ഞാൻ പറഞ്ഞൊന്നും പുള്ളി കേട്ടിട്ടില്ല, ഇവൻ്റെ അകത്ത് എന്നോടും എൻ്റെ കുടുംബത്തോടും ഒരു വൈരാഗ്യം പിശാച് കൊണ്ടിടും. പിടി കിട്ടുന്നുണ്ടോ? പുള്ളി ഞാൻ പറഞ്ഞതൊന്നും പുള്ളി കേട്ടിട്ടില്ല, പുള്ളി അറിഞ്ഞിട്ടുമില്ല. പക്ഷേ നീ രാജാവിനെ കുറിച്ചും അധികാരികളെ കുറിച്ചും നിന്റെ വായിൽ നിന്ന് ദൈവഹിതമില്ലാത്ത സംസാരിക്കരുത്, അത് പറവകൾ കുത്തിക്കൊണ്ടുപോയി അവരെ അറിയിക്കും എന്ന് സഭാപ്രസംഗിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ ഡിമോണിക് റിലം ഈ പുള്ളിക്ക് മാനസികമായി എന്നോട് അടുക്കാൻ പറ്റാത്ത, എന്നാൽ ഞങ്ങൾ ഇല്ലേ രാഷ്ട്രീയക്കാർ തമ്മിൽ കാണുന്നല്ല, ഒരുത്തനെ കണ്ടുകൂടാ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ സുഖമാണോ, നന്നായിട്ടിരിക്കുന്നു, കാര്യങ്ങളൊക്കെ എങ്ങനെ, ഇതുപോലെയാ മനസ്സിലാകുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാണുകയില്ല, എങ്ങനെ പോകുന്നു, കാര്യങ്ങളൊക്കെ നന്നായിരിക്കുന്നോ, സന്തോഷമായിട്ട് പോകുന്നോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഹൃദയത്തിനകത്ത് എന്നോട് അടുക്കാനോ മിണ്ടാനോ സഹകരിക്കാനോ ഒരു താല്പര്യം ഇവനുണ്ടാകുന്നില്ല. കാരണം എന്നാണെന്നറിയോ, ഞാൻ ഇവനെക്കുറിച്ച് സ്വന്തമായിട്ടും എൻ്റെ കൂടെയുള്ളവരോടും എൻ്റെ വീട്ടിലിരുന്നും ഒത്തിരി തിന്മകൾ പറഞ്ഞു. അത് ഇവൻ കേട്ടില്ലെങ്കിലും ആ ബന്ധം തകർന്നു പോയതിൻ്റെ കാരണം അത് പിശാചും ദൈവവും കേട്ടു. ആ പിടി മുറുകി. എന്നാൽ ഒരാളുമായിട്ട് പിണക്കാം, ഞാനിതൊരു ഭയങ്കര കാര്യം പറയണേ, നിങ്ങളോട് ഇപ്പം അയാൾ മിണ്ടുന്നില്ല, അയാൾ വിളിക്കുന്നില്ല, അയാൾക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ നിങ്ങളോടുണ്ട്, അകന്ന് നിൽക്കുക, മെസ്സേജ് അയക്കുന്നില്ല. ഞാൻ ഇങ്ങനെ പറയുന്നു, എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ മനുഷ്യനെ അനുഗ്രഹിക്കണം. ആ മനുഷ്യനെ അനുഗ്രഹിക്കണം. കർത്താവേ, ആ പേര് പറഞ്ഞ് ഞാൻ ആ തോമസിനെ അനുഗ്രഹിക്കുന്നു, ഞാൻ ആ ജോർജിനെ അനുഗ്രഹിക്കുന്നു, കർത്താവേ എൻ്റെ ആ സഹോദരനെ അനുഗ്രഹിക്കുന്നു, ഞാൻ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. എന്നെ ആ മനുഷ്യൻ വിളിക്കും, എന്നെ സ്നേഹിക്കും, എന്നെ കരുതും, ആ നല്ലൊരു ബന്ധം ആ മനുഷ്യനായിട്ട് കർത്താവ് തരും. ഞാൻ ആ മനുഷ്യനെ ബ്ലസ് ചെയ്യുന്നു, ഞാൻ ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ തിരിച്ച് നിങ്ങൾ പറയുമ്പോൾ ഈ മുറുകിയ പിടിയില്ലേ, ഇതങ്ങ് നിങ്ങൾ പറഞ്ഞ് പിശാചിനെ പിടിക്കാൻ പറ്റാതെ ഇതങ്ങ് അയഞ്ഞു കഴിയുമ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു മെസ്സേജും ഇല്ലാത്ത ആളുടെ വാട്സാപ്പിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നു, ഹൗ ആർ യു, എന്തുണ്ട് വിശേഷം? നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നെങ്കിലേ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തിയോട് ഇഷ്ടമുണ്ടെങ്കിൽ, സ്നേഹമാണെങ്കിൽ, നല്ല വർത്തമാനം ആ പുള്ളിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ അയാളുടെ ഫോൺ കോൾ വരും. ചിന്തിച്ചാൽ മതി. ആ വ്യക്തിയെക്കുറിച്ച് ഒരു നെഗറ്റീവ് നിങ്ങൾ പറഞ്ഞിട്ടില്ല, നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ വ്യക്തി ഒന്ന് കാണണം, അല്ലെങ്കിൽ ഇപ്പൊ എവിടെയായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ഫോൺ വരും, അല്ലെങ്കിൽ മെസ്സേജ് വരും. ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ടോ? ഉണ്ടെന്ന് എനിക്കറിയാലോ. പക്ഷെ നിങ്ങൾ അവർ കേൾക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളാണ് അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ശരിക്കും പിശാച് പിടിമുറുക്കും.
പിടിമുറുക്കും. അത് നിങ്ങൾ തിരിച്ച് പറഞ്ഞ്, ആ വ്യക്തി കേൾക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ച് അതിനെ അഴിച്ച് ദൂരെ എറിഞ്ഞു കളയണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കണം. അവരെ കുറിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന നീ പഠിക്കത്തില്ല, മണ്ടന, ഇവൻ എന്ന് തലവട്ടം കണ്ടു, ഇവൻ എന്ന് ജനിച്ചു, എനിക്ക് അന്ന് മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും പിശാചിന്റെ പിടി നിന്റെ മോന്റെ മുകളിൽ, മകളുടെ മുകളിൽ, മകന്റെ മുകളിൽ മുറുകും. എൻ്റെ കുഞ്ഞിനെ കർത്താവിനെ അറിയും, അവൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവെ, ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. കർത്താവെ, എൻ്റെ കുഞ്ഞിനെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവ്, അവൻ എൻ്റെ കുഞ്ഞാ. കർത്താവ്, അവൻ എൻ്റെ മോളാ. കർത്താവ്, ഇത് നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ അമ്മയെ കാണണമെന്നും അവൻ്റെ അപ്പനെ കാണണമെന്നും ദൈവം ഒരു തോന്നലിടിക്കും. ഇതൊന്നും ചെയ്യാതെ, എൻ്റെ നാക്കിന് യാതൊരു ലൈസൻസ് ഇല്ലാതെ ഞാൻ വേണ്ടാത്തതെല്ലാം പറയുകയും ചിന്തിക്കുകയും ചെയ്തിട്ട് ഇനി ഏതൊക്കെ പാസ്റ്റർമാർ അടുക്കൽ പോയെന്ന് പറഞ്ഞാലും, ഇനി 21 241 ദിവസം നീ ഫാസ്റ്റിംഗ് ഇരുന്നാലും ഒരു ഗുണവും ഇല്ല. താങ്ക് യു മോനെ. ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അയ്യോ, പിള്ളേർ ആ വാക്യം നേരത്തെ ഇട്ടല്ലോ, ആ പറവകൾ കൊത്തിക്കൊണ്ടു പോകുന്ന വാക്യം നിങ്ങൾ നേരത്തെ ഇട്ടാണോ? അവരിട്ട് കഴിഞ്ഞു. സഭാപ്രസംഗി 10:21 കണ്ടോ? നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്, നിന്റെ ശയനഗൃഹത്തിൽ വെച്ച് പോലും ധനവാനെ ശപിക്കരുത്. ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകാനും പറവജാതി ആ കാര്യം പ്രസിദ്ധമാക്കാനും മതി. ചില കാര്യങ്ങളൊക്കെ ഈ ചിലരെ കുറിച്ച് വേണ്ടാത്ത എല്ലാം ഇരുന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഈ പുള്ളി പറയും, അവൻ എന്നെ കുറിച്ച് ഇതൊക്കെയാ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ എനിക്ക് ഇവനിതെങ്ങനെ അറിഞ്ഞ്? ആരും മിണ്ടുന്നില്ലല്ലോ. ഇവളിതെങ്ങനെ അറിഞ്ഞ്? ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവളിതെങ്ങനെ? ആരും അറിയിക്കണ്ട. അത് അറിയിക്കാൻ നിനക്ക് കാണാൻ കഴിയാത്ത വേറൊരാള് നിന്റെ വീട്ടിൽ നിപ്പുണ്ടായിരുന്നു. ഒന്ന് ചേർന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞു. ആരും പറയാം ഹല്ലേലൂയ. ഇതൊരു ഈ വിസിബിൾ വേൾഡും അൺവിസിബിൾ വേൾഡും ഉണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൃശ്യലോകവും അദൃശ്യലോകവും ഉണ്ട്. നമ്മൾ ഈ ദൃശ്യലോകത്തെ മാത്രമേ കാണുന്നുള്ളൂ. മറ്റൊരു അൺസീൻ വേൾഡ് ഉണ്ട്, ഒരു അദൃശ്യ ലോകമുണ്ട്. ഈ വിസിബിൾ വേൾഡിനേക്കാളും ഭയങ്കരമാണ് അൺസീൻ വേൾഡ്. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ മനുഷ്യർക്കും ദൂതന്മാർക്കും കൂത്തുകാഴ്ചയായെന്ന്. എന്ന് വെച്ചാൽ പൗലോസിന്റെ ശുശ്രൂഷയെ ആ കാലഘട്ടത്തിലുള്ളവർ ആക്ഷേപിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ, കുറ്റപ്പെടുത്തിയപ്പോൾ പൗലോസ് പറയുന്നത്, ഞങ്ങൾ മനുഷ്യരുടെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും അപമാനിക്കപ്പെട്ടു. അപ്പം മനുഷ്യനെ മാത്രമേ നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ മനുഷ്യനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. പൗലോസ് പറയുന്നു, മനുഷ്യർ മാത്രമല്ല അത് കണ്ടത്, അൺസീൻ വേൾഡിൽ ഏഞ്ചൽസും അത് കണ്ടു. ഇത് ഈ രണ്ട് ലോകവും ഒരുപോലെ സജീവമാണ്. ഈ രണ്ട് ലോകവും ഒരുപോലെ സജീവമാണ്. ഇതിനെ കംപ്ലീറ്റും ഈ ഭൂമിയിൽ ഡീൽ ചെയ്യുന്നത് നിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ കൊണ്ടും നിന്റെ പ്രാർത്ഥനകൾ കൊണ്ടുമാണ്. വായുകൾ കൊണ്ട് പറയണം, തൃശ്ശൂരിനെ ഞാൻ അനുഗ്രഹിക്കുകയാണ്, ഈ ദേശത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്, എൻ്റെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്, എൻ്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കുകയാണ്, കർത്താവേ എൻ്റെ പാസ്റ്ററിനെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ഇത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാത്തത് പലതും അഴിഞ്ഞു വീഴുന്നുണ്ട്. ഓ താങ്ക് യു ലോർഡ് ജീസസ്. പലതും അഴിഞ്ഞു പോകുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ തയ്യാറാണോ? റെഡിയാണോ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ള ഹൃദയം. മനസ്സിലാവുന്നുണ്ടോ? നന്ദിയുള്ള ഹൃദയം. ദൈവം അനുഗ്രഹിക്കാൻ, ഒരു മനുഷ്യനെ അനുഗ്രഹിക്കാനുള്ളതിൻ്റെ അതിപ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് താങ്ക്സ്ഫുൾ ഹാർട്ടാണ്. നന്ദിയുള്ള ഹൃദയം. ദൈവം ഇസ്രായേൽ ജനത്തെ എങ്ങും എത്തിക്കാതെ അവർ വഴിയിൽ പട്ടുപോയതിന്റെ കാരണം ഈ മന്നയും കാടയെല്ലാം തിന്നിട്ടും പാറയെന്ന് വെള്ളം കുടിച്ചിട്ടും ഈ നന്മയെല്ലാം അനുഭവിച്ചിട്ടും, ഇറച്ചി കിട്ടുമ്പോൾ മീൻ വേണം, മീൻ കിട്ടുമ്പോൾ ഇറച്ചി വേണം, അത് കിട്ടുമ്പോൾ ഇത് വേണം, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുന്ന, പിറുപിറുക്കുന്ന അവരുടെ മനോഭാവമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ആ ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ എല്ലാവരും പറഞ്ഞു, എൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. ഹല്ലേലൂയ. എൻ്റെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ കണ്ടേ. വേറൊരാൾ പറയുന്ന ഒരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ അതിനൊരു 4 ദിവസം മുമ്പ് ഈ കാര്യം ഞാൻ കൊട്ടാരക്കര ചർച്ചിൽ ഒരു മീറ്റിങ്ങിൽ, ഞങ്ങളുടെ ചർച്ചിൽ നടന്ന മീറ്റിങ്ങിൽ ഞാൻ ശുശ്രൂഷിച്ചു.
യേശു കർത്താവ് പറയുന്നുണ്ട്, ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തു കളയും. വായിച്ചിട്ടുണ്ടോ? എന്താ എൻ്റെ അർത്ഥം? $100 ഉള്ളവന് ഞാൻ $100 കൂടെ കൊടുക്കും. 5000 രൂപയുള്ളവന് ഞാൻ 5000 കൂടെ കൊടുക്കും. 50 രൂപ ഉള്ളവന് 50 രൂപ ഉള്ളെങ്കിൽ ഞാൻ 50 രൂപ കൂടെ എടുത്തു കളയുമെന്നാണോ എൻ്റെ അർത്ഥം? ഒരിക്കലും അല്ല. ഒരു മൊബൈൽ ഫോൺ ഉള്ളവന് ഞാൻ ഒരു മൊബൈൽ ഫോണോട് കൊടുക്കും, ഒരു മൊബൈൽ ഫോണും ഇല്ലാത്തവന് ഇനി ഒരു മൊബൈൽ ഫോണും കിട്ടുകയില്ല. അതിനാണ് അർത്ഥം. മിണ്ടുന്നില്ലല്ലോ. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തു കളയും. ഞാൻ മനസ്സിലാക്കിയ, എനിക്ക് അതിൻ്റെ എല്ലാ തിയോളജിയൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നന്ദിയുള്ളവന് ഞാൻ വീണ്ടും കൊടുക്കും. നന്ദിയില്ലാത്തവന് ഉള്ളതുകൂടെ പോവും. അത് ദൈവത്തിന്റെ ഹൃദയത്തെ എല്ലാം വർണ്ണിക്കാനെന്നുള്ള കഴിവും ഒന്നും എനിക്കില്ല. ഞാനൊരു സാധാ മനുഷ്യനാണ്. പക്ഷെ എനിക്ക് ഈ മാനുഷികമായി തന്നെ ഒരു കാര്യം ഞാൻ പഠിപ്പിക്കാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യേ, ഞാൻ ഈ സാമുവേലിന് ഞാൻ ഇങ്ങനെ ഇത് ഞാൻ കൊടുത്തതല്ല കേട്ടോ, ഇത് എൻ്റെ മേടിച്ച, ഞാൻ ഈ ഒരു ഹെഡ്ഫോൺ ഞാൻ സാമുവേലിന് ഗിഫ്റ്റ് കൊടുത്തു എന്നിരിക്കട്ടെ. ഉടനെ സാമുവേല് ആ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചിട്ട് എന്നടുത്ത് പറയാണ്, ടിനുപാസേ എന്നോ രസാന്ന് പറയും, എന്ത് സൗണ്ട്, വലിയ വിലയൊന്നും ഇല്ലെങ്കിൽ പോലും അവൻ ഭയങ്കര സംഭവമൊന്നുമല്ല, സാധാ കാര്യം, ഒരു ഗിഫ്റ്റ് കൊടുത്താ. ഇത് നന്നായിട്ടുണ്ട്, എനിക്കിത് ആവശ്യമായിരുന്നു. പക്ഷെ ഞാൻ ഇതുപോലൊരു കാര്യം കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്ന് പറയുമ്പോൾ അവൻ്റെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ നന്ദിയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊടുത്ത് എനിക്കൊരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പം ഈ സാമുവേല് 2-3 പേരോട് പറഞ്ഞു, ഇതെനിക്ക് ടിനുപാസ് തന്നതാ, ഇത് ഭയങ്കര രസാ, ഞാനിതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന. അപ്പം ഞാനത് കേട്ടു, 2-3 പേരിൽ നിന്ന് കേട്ടു, പുള്ളി ഇതെല്ലാവരോടും പറയും ഇത് തന്നാന്ന്. അപ്പം ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നി. അടുത്ത ദിവസം എനിക്ക് 2 പേന കിട്ടി. സത്യം പറയട്ടെ, എൻ്റെ മനസ്സിലാദ്യം വരുന്നത് ഇവന്റെ മുഖമായിരിക്കും. കാരണം അതിലൊരു പേന ആർക്ക് കൊടുക്കണം? സാമുവേലിന് കൊടുക്കണം. നന്ദിയുള്ളവന് കൊടുക്കും. എന്നാൽ ഒന്നും തോന്നരുത്, ഞാൻ ഉദാഹരണമാണ്. ഞാൻ ഇത് ആശിഷിന് കൊടുത്തു. ആശിഷ് എൻ്റെ പുത്രനാ, ഞാൻ ഉദാഹരണം പറയുന്നത്. അല്ല, ഞാൻ ആ സഹോദരൻ ഇത് കൊടുത്തു. പുള്ളി ഇതിനെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഓഡിയോ ടെക്നിക്കയോ, പുള്ളി ഉടനെ ആമസോണിൽ കയറി ഗൂഗിളിൽ അടിച്ചു നോക്കുന്നു, ഇതിൻ്റെ വില എത്രയാന്ന് നോക്കിയപ്പോൾ 500 രൂപ. ഓ എടാ, നിനക്ക് വേണോടാ ഇത് അവൻ വേറൊരാൾക്ക് കൊടുക്കുന്നു. അത് മേടിച്ചപ്പോൾ തന്നെ കൊള്ളാം, താങ്ക് യു, ഇത് മേടിച്ചുകൊണ്ട് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവന് കൊടുത്ത സാധനം അവൻ്റെ ചെവിയിരിക്കുന്നു. ഇനി ഞാൻ മേല ഇവനൊരു സാധനം കൊടുക്കുവോ? പറ. നന്ദിയുള്ളവന് ഞാൻ കൊടുക്കും, ഇല്ലാത്തവനോ ഉള്ളതും കൂടെ ഞാൻ എടുത്തു കളയും. മാനുഷിക സംവിധാനത്തിൽ അതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബ്ലെസ്ഡ് ആകാൻ ഞാൻ എപ്പോഴും പറയും, കർത്താവേ, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഇത് പരസ്യമായിട്ട് പറയേണ്ട കാര്യം എനിക്കില്ല, പക്ഷെ ഇത് സത്യമാണ്. കർത്താവേ, 1 രൂപയെങ്കിലും, 1 ഗ്ലാസ് വെള്ളമെങ്കിലും എനിക്കോ ഈ സഭയുടെ ആവശ്യങ്ങൾക്കോ ശുശ്രൂഷകൾക്കോ തന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ സഹായിച്ചവർ, പരിഗണിച്ചവർ, സ്നേഹിച്ചവർ, കരുതിയവരെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവരോട് താങ്ക് യു പറയും. ആ നന്ദിയുള്ള ഹൃദയം എപ്പോഴും നന്ദി. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണത്. നന്ദി മോനെ, 1 ഗ്ലാസ് വെള്ളമെങ്കിലും നിനക്ക് തന്നവരോട് നിനക്ക് എപ്പോഴും ഒരു നന്ദി വേണം. എന്നെ ഈ ലൈവിൽ കാണുന്ന, ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളുടെ ശുശ്രൂഷയെ സ്നേഹിച്ച, പ്രാർത്ഥിക്കുന്ന, ഓർക്കുന്ന ഒരു മകനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു അനുജനെ പോലെ, ഒരു ആത്മീയ പിതാവായ ഒരു പാസ്റ്റർ, എങ്ങനെങ്കിലും സ്നേഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരുതുന്ന എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്കും നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. മനുഷ്യരോടും ദൈവത്തോടും നന്ദിയില്ലാത്തവൻ അറിഞ്ഞുകൂടാ എത്രത്തോളം ആ വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഞാൻ ഇന്ന് രാവിലെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം മസ്കറ്റിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല.
ആ അച്ചായനോട് ഞാനിന്ന് രാവിലെ സംസാരിച്ചു. ആ മനുഷ്യരോട് എനിക്ക് ഭയങ്കര പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്. നമ്മുടെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ കാരണം, അദ്ദേഹം ഇത്രത്തോളം ബ്ലസ്ഡ് ആയതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്തും ധനവും എല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല, എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ്. ആ കർത്താവ് തന്നതിനോടുള്ള ഒരു നന്ദി കരേറ്റലിൻ്റെ സൂചകമായിട്ടാണ് പുള്ളി ഇതെല്ലാം, എല്ലാ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ദൈവദാസന്മാരെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം പറയുകയാണ്, എൻ്റെ പാസ്റ്റർ, ഞാൻ അങ്ങനെ ചെയ്ത കാരണം കൊണ്ട് എൻ്റെ ദൈവം എനിക്കൊന്നും കുറച്ച് കളഞ്ഞില്ല. മക്കളെ, നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന ഷൂസില്ലേ, അത് നിങ്ങളെ സംബന്ധിച്ച് കൊള്ളത്തില്ലായിരിക്കും, പക്ഷെ ആ ഷൂസ് വേറൊരുത്തൻ്റെ സ്വപ്നമാണ്. നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന ചുരിദാറും ഡ്രസ്സും ഷർട്ടും പാൻറ്റും ഇല്ലേ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിന് ദൈവത്തോടൊന്നും വലിയ നന്ദിയില്ലായിരിക്കും, പക്ഷെ ആ ഷർട്ട്, ആ പാൻറ്, ആ ചുരിദാർ, ആ ഡ്രസ്സ്, ആ ഇട്ടിരിക്കുന്ന ഓർണമെന്റ്സ്, ഇതൊന്നും ഇല്ലാത്തവൻ്റെ സ്വപ്നമാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്ന നന്മകൾക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. എപ്പോഴും ആ താങ്ക്സ്ഫുൾ ഹാർട്ട്, ഞാൻ വീണ്ടും പറയുന്നു, the reason of blessing is your gratitude, is the thankful heart. ആമേൻ. നല്ല കാര്യങ്ങൾ, നല്ല മനുഷ്യൻ, ഗുഡ് മാൻ, നമ്മൾ അവിടെയാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ എന്ന് അറിയുന്നത്. ചേർന്നരാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നോക്കിയേ, ഞാൻ 1-2 വാക്യങ്ങൾ അതുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്ന് വായിപ്പിച്ചോട്ടെ. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം, 17-ാം അധ്യായത്തിന്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ, അല്ലേ, അവിടെ അല്ലേ, 17-ാം അധ്യായത്തിന്റെ 11 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ. ഒന്ന് വായിച്ച പാസ്റ്ററെ. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമരിക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു, നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി. വഴി പോകയിൽ അവർ ശുദ്ധരായി. അടുത്ത വാക്യം. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അവന്റെ കാൽക്കൽ കവിണ് വീണ് അവന് നന്ദി പറഞ്ഞു. അവന് കാലിൽ വീണ് നന്ദി പറഞ്ഞു. അടുത്ത വാക്യം. അവനോ ശമരിയക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞാനൊരു വലിയൊരു സംഭവം പറയാം. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു. 10 പേരും അടുത്ത്, ദൂരെ മാറി നിന്നാ വിളിക്കുന്നത്. അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അടുത്ത് വന്നില്ല. കാരണം കുഷ്ഠരോഗികൾ അടുത്ത് വരില്ല, ഒരു ദൂരെ മാറി നിന്നാണ് നിലവിളിക്കുന്നത്. കർത്താവ് അവരെ 10 പേരെ സുഖപ്പെടുത്തി. അന്നേരം സ്കിന്നൊന്നും വന്നില്ല, പുതിയത് നഖമൊന്നും ഉണ്ടായില്ല. പക്ഷെ പോകുന്ന വഴിയിൽ, ഓൺ ദി വേ, അവരുടെ സ്കിന്നിന്റെ ടോൺ മാറി, അവർക്ക് നഖങ്ങൾ വന്നു, മാംസങ്ങൾ വന്നു, അവർ കംപ്ലീറ്റ് ആയിട്ട് ഹീലായി. ഞാൻ എപ്പോഴും പറയുന്നത്, ചില സൗഖ്യങ്ങൾ സഡൻ ആയിരിക്കും, ചില സൗഖ്യങ്ങൾ ഗ്രാജുവൽ ആയിരിക്കും. ചില സൗഖ്യങ്ങൾ പെട്ടെന്ന് നടക്കും, ചില സൗഖ്യങ്ങൾ പതുക്കെ നടക്കും. എന്നാലും കർത്താവിനോട് പ്രാർത്ഥിച്ചവൻ സൗഖ്യമായിരിക്കും. ഹല്ലേലൂയ. ഓക്കെ, അവൻ പോകുന്ന വഴിയിൽ ശുദ്ധരായി തീർന്നു. അപ്പൊ അതിനകത്ത് ഒരുത്തൻ, ഒരാള്, ഒറ്റൊരാള്, 10 പേരിൽ ഒരാള് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തിരിച്ചു വന്നു. യേശുവിന്റെ കാൽക്കൽ വീണു. അവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേരെവിടെ? അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, 10-ൽ 1 ഉള്ളൂ നന്ദിയുള്ളവൻ. എല്ലായിടത്തും ഞാനിത് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ 10 ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ 10-ൽ ഒരുത്തനെ കാണൂ നിങ്ങളോടൊരു ഒരു സ്നേഹവും നന്ദി. ഹല്ലേലൂയ. നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നായിരിക്കും നിങ്ങൾ കൊടുത്തത്, നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നായിരിക്കും നിങ്ങൾ സ്നേഹിച്ചത്, നിങ്ങൾ കരുതിയത്. ഒരു പക്ഷേ നിങ്ങളേറെ സ്നേഹിച്ച, നിങ്ങളേറെ കരുതിയ, ഏറെ കൊടുത്ത ആളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ പണിയും തന്നത്. ഹല്ലേലൂയ. ആരും മിണ്ടണില്ലല്ലോ, അങ്ങനെ അല്ലേ? സ്തോത്രം. യേശു തിരക്കുന്നു,
10 പേരല്ലയോ എന്റെ അടുക്കൽ വന്നത്? 10 പേര് ശുദ്ധരായില്ലേ? 9 പേര് എവിടെ? ഞാൻ സൗഖ്യമാക്കിയവൻ, ഞാൻ വിടുവിച്ചവൻ, എന്റെ അരികിൽ നിന്ന് നന്മകൾ പ്രാപിച്ചവർ എവിടെ? അപ്പൊ അതിൽ നിന്ന് എന്റെ യേശുവപ്പായുടെ ഹൃദയം ഞാൻ മനസ്സിലാക്കുന്നത്, അവൻ വിടുവിച്ചവർ, അവൻ സൗഖ്യമാക്കിയവർ, അവൻ രക്ഷിച്ചവർ, അവന് നന്ദി പറയാൻ മനസ്സുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അവനെ മഹത്വപ്പെടുത്താൻ മനസ്സുള്ളവരായിരിക്കണമെന്നാണ് 18-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. 19-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് അവനോട് പറയുകയാണ്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക. നിങ്ങളെന്നല്ല പറഞ്ഞത്, 10 കൂടെ, നിങ്ങളെന്നല്ല പറഞ്ഞത്, നിന്റെ വിശ്വാസം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതൊരു കംപ്ലീറ്റ് വേർഡാണ്. അതൊരു ഹാഫ് വേർഡ് അല്ല, അതൊരു ഇൻകംപ്ലീറ്റ് വേർഡ് അല്ല, അതൊരു കംപ്ലീറ്റ് വേർഡാണ്. നിന്റെ വിശ്വാസം നിന്നെ എന്ന് പറഞ്ഞ മോനെ, നിന്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്, മറ്റോമാർക്ക് ഇനിയും കുഷ്ഠം വരാം എന്നുള്ളതാണ്. മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതി. നിന്റെ കാര്യം ഓക്കെ ആയിരിക്കുകയാണ്. നന്ദിയുള്ളവനെ ഒരു ബ്ലെസ്സിങ്ങിന്റെ പൂർണ്ണതയിലേക്ക് ദൈവം നടത്തുകയാണ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, കർത്താവിന്റെ കാലിൽ വീണ് നിങ്ങൾക്കൊരു ശമ്പളം കിട്ടുമ്പോൾ, നിങ്ങൾക്കൊരു സാലറി കിട്ടുമ്പോൾ, ആ സാലറി മേടിച്ചിട്ട് അതിനെ കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറയണം. പാസ്റ്റർമാരോട് ഞാൻ പറയുന്നു, ദൈവദാസന്മാരോട്, ശുശ്രൂഷ നിൽക്കുന്നവർ ആരെങ്കിലും നിങ്ങളെ ഒരു എൻവലപ്പ് തന്നാൽ, ഒരു സാമ്പത്തിക സഹായം നിങ്ങൾക്ക് തന്നാൽ, അത് മേടിച്ച് അങ്ങ് പോകരുത്. അതിനെ ഒന്ന് കയ്യിലെടുത്ത് ഒന്ന് സ്തോത്രം ചെയ്യണം. കർത്താവെ, എനിക്കത് തന്ന കർത്താവിന് നന്ദി, ആ കുടുംബത്തിന് നന്ദി, അവർക്ക് ഇനിയും ഈ വാതിലുകളെ തുറന്നു കൊടുക്കണം, എന്നെ കരുതിയ ദൈവത്തിന് നന്ദി. കാരണം മനുഷ്യനെല്ലാം റിസോഴ്സ് ആണ്, ദൈവമാണ് സോഴ്സ്. ജിജി പാസ്റ്റർ എനിക്കൊരു 10,000 രൂപ തന്നാൽ, അല്ലെങ്കിൽ ഒരു 5,000 രൂപ തന്നാൽ, ജിജി പാസ്റ്റർ തന്നു കേട്ടോ. എന്റെ മനസ്സിൽ അങ്ങനല്ല. ജിജി പാസ്റ്ററേയും കൊണ്ട് എന്റെ ദൈവം എനിക്ക് തരീച്ചതാണ്. അപ്പൊ എനിക്ക് ജിജി പാസ്റ്ററോട് നന്ദി വേണം. എന്താണെന്നറിയോ? ദൈവം അദ്ദേഹത്തിന് കൊടുത്ത പ്രേരണയെ, ടിനു പാസ്റ്റർ കൊണ്ട് 5,000 രൂപ കൊടുക്ക് എന്ന് അദ്ദേഹത്തിന് കൊടുത്ത പ്രേരണയെ, ആ ഒരു നിയോഗത്തെ സ്നേഹത്തോടെ അദ്ദേഹം അനുസരിച്ചു. എനിക്ക് ദൈവത്തെ അനുസരിച്ചവനോട് നന്ദിയുണ്ട്, ആ മനുഷ്യനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച ദൈവത്തോട് നന്ദിയുണ്ട്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാൽ, ഐ താങ്ക്ഫുൾ ടു യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്ക് എപ്പോഴും ഞാൻ ഓർക്കും. എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ ഫെയ്ത്ത്, അവന്റെ വിശ്വാസം അവൻ ആക്ഷനിൽ കാണിച്ചു. അവൻ വന്ന് കർത്താവിന്റെ കാലിൽ വീണ് കർത്താവിന് നന്ദി പറഞ്ഞു. ഞാൻ മറ്റൊരു സംഭവം കാണിക്കുക. യേശു കർത്താവ് അപ്പവും മീനും എടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ വർധന ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വത്രം കുറച്ചുകൂടെ കൂടാൻ വേണ്ടി പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും, ഫൈനാൻഷ്യലിയും സ്പിരിച്വലിയും എല്ലാം ഒരു വർധന ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? യോഹന്നാൻ 6:1 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് 5 അപ്പവും 2 മീനും എടുത്തിട്ട് എന്നെ ആദ്യം ചെയ്തേ, വാഴ്ത്തി എന്ന് പറഞ്ഞത്. മോനെ അടുത്തടുത്ത വാക്യം ഇട്ട് തന്നെ മീഡിയ. 6-ാം അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യം നോക്കിയേ. 11-ാമത്തെ വാക്യം. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി. And when he had given thanks. നമ്മൾ ഈ വാഴ്ത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിക്കുന്നു? ഇങ്ങനെ ഏതാണ്ട് ചെയ്തെന്നാ? ഏതാ? ഒന്നുമല്ല. ആ അപ്പം എടുത്ത് ആ 5 അപ്പത്തെ ഓർത്ത് 2 മീനിന്, ഈ 5000-ത്തിലധികം ആളുകൾ ഇരിക്കുന്നിടത്ത് 5 അപ്പത്തിനും 2 മീനിനും എന്താ പ്രസക്തി? 5000 പേരിരിപ്പുണ്ട്. ഇന്ന് ഈ മീറ്റിംഗിൽ ഒരു 300 പേരുണ്ട്. സുനീഷ് ഭാഷ എന്നോട് പറയുക 3 പൊറോട്ടയും 1 ചിക്കൻ കറി ഉണ്ടെന്ന്. ഈ 300 പേരിരിക്കുന്നിടത്ത് 3 പൊറോട്ടയും 1 ചിക്കൻ കറിയും കൊണ്ട് നമ്മൾ എന്നാ കാണിക്കാനാ? ഈ 5000-ത്തിലധികം പേര് കൂടിയിരിക്കുന്നിടത്ത് 5 അപ്പവും 2 മീനും ഒരു ബാലകൻ കൊണ്ടുവന്ന് യേശു കർത്താവിന്റെ കയ്യിൽ കൊടുത്തപ്പോ ഇതേ ഉള്ളോടാ ചെറുക്ക എന്നല്ല, അതിന് നന്ദി പറഞ്ഞു. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അതിന് നന്ദി പറഞ്ഞു. അത് പറഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ അതിലൊരു വർധനവ്. ദൈവത്താൽ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ നന്ദി പറഞ്ഞു. ആ ഒരു താങ്ക്ഫുൾ ഹാർട്ട്, ആ ഒരു താങ്ക്ഫുൾ ഹാർട്ട്. Amen. Hallelujah. Hallelujah. Are you listening me? Amen. കണ്ടോ, നന്ദിയുള്ള ഹൃദയം, നന്ദി കരയേറ്റുന്ന പ്രാർത്ഥനകൾ, മനോഭാവങ്ങൾ വർധനവിനെ കൊണ്ടുവരും. Amen.
ഞാൻ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഈ പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി ആദ്യം ഒരു ഹീലിംഗ് ഉണ്ടാകുന്ന ഒരു സച്ചിൻ എന്ന് പറഞ്ഞൊരു കൊച്ചു മകനാണ്. ആ ഒരു തമിഴ്നാട്ടിലുള്ള മധുരയിലുള്ള ഒരു കുഞ്ഞിനാണ് സൗഖ്യം ലഭിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ഒരു തമിഴ്നാട്ടിലൊരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എനിക്ക് 17 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ 21 ദിവസം ഫാസ്റ്റിംഗിലിരിക്കുമ്പോൾ ഈ കുഞ്ഞ് അമ്മ രാമേശ്വരി എന്ന സഹോദരി കൊണ്ടുവന്നു. ആ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞ് സൗഖ്യം, ആദ്യത്തെ ഹീലിംഗാണ്. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കുഞ്ഞ് സൗഖ്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മുറിക്കകത്ത് ഓടിപ്പോയി കയറി പായ്ക്കകത്ത് നെടുമ്പാട് കിടന്ന് പൊട്ടിക്കരഞ്ഞ് കർത്താവിന് നന്ദി പറഞ്ഞു. ചെറിയൊരു അലർജി സൗഖ്യമായതാ. കർത്താവിന് നന്ദി പറഞ്ഞു. ഞാൻ നേരത്തെ ഒന്നും അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പേര് വിളിക്കുകയൊന്നും ഇല്ലായിരുന്നു. ചില പേരുകളുടെ ആദ്യത്തെ അക്ഷരവും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ വണ്ടിക്ക് കർത്താവേ നീ ഇന്നത്, ഞാൻ ജീനെ വിളിച്ചു പറയും, ജീന മോളെ കർത്താവ് ഇന്ന് അവരെ കുറിച്ച് ഒരു ചെറിയ 1-2 കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കറക്റ്റ് ആയിരുന്നു. ഓ വാട്ട് എ മൈറ്റി ഗോഡ് ഈസ്, വാട്ട് എ മൈറ്റി ഗോഡ് ഈസ്, വാട്ട് എ മൈറ്റി ഗോഡ് ഈസ്. എൻ്റെ ദൈവം എത്ര വലിയവനാ, എൻ്റെ ദൈവം വെളിപ്പെടുത്തുന്നവനാണ്. നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞപ്പോൾ ഈ ഓഫീസുകളെല്ലാം കർത്താവ് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് കൂട്ടിത്തന്നു. ഈ ഓഫീസുകളുടെ എല്ലാം സ്ക്വയർ ഫീറ്റ് കൂട്ടിത്തന്നു. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ അപ്ലിഫ്റ്റഡ് ആകട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ഈ പൗലോസും ശീലാസും അപ്പോസ്തല പ്രവൃത്തി 16:25 മുതൽ 26 വരെ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആ കാരാഗ്രഹത്തിൽ കിടന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു. വിരയ്ക്കാതിരുന്നിട്ട് ആർക്കും പാടാൻ പറ്റുന്നില്ല. ആരും മിണ്ടുന്നില്ലല്ലോ. AC റൂമിൽ ഇരുന്നിട്ട് പാടാൻ കഴിയുന്നില്ല. പക്ഷെ കാരാഗ്രഹത്തിൽ കിടന്ന് മോൻചേട്ടാ, ഞാൻ റോമില് പൗലോസ് അപ്പോസ്തലൻ കിടന്ന ജയില് സന്ദർശിച്ചിട്ടുണ്ട്. റോമിൽ മീറ്റിങ്ങിന് പോയപ്പോൾ. അപ്പോൾ ആ റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ഫിലോമോൻ എഴുതിയ ലേഖനം, റോമർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, ഇതെല്ലാം പൗലോസ് എഴുതുന്നത് ആ ജയിലിലാണ്. നിങ്ങൾക്ക് റോമിൽ പോയാൽ അത് കാണാം. അപ്പോൾ അവരിപ്പോൾ അത് മോഡിഫൈ ചെയ്ത് ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നതായതുകൊണ്ട് പുള്ളി കയ്യിൽ ധരിച്ച ചെങ്ങലയൊക്കെ ആ പള്ളിക്കകത്ത് അവരൊരു കണ്ണാടി പൊട്ടിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ ജയില് വലിയൊരു മുറിക്കകത്ത് അവർ ആക്കി. എന്ന് വെച്ചാൽ ജയിൽ അവിടെ ഉണ്ട്. അത് ജയിലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഗുഹയാണ്, ഇരുമ്പ് വാതിലുള്ള ഗുഹ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് നേരെ നിൽക്കാൻ പറ്റൂല. വെട്ടം കയറുകയില്ല. മേളിലൊരു സുഷിരമുണ്ട്, അതിനകത്തൂടെ സൂര്യപ്രകാശം ഇരച്ചിറങ്ങും. ചെറിയൊരു പാറക്കഷ്ണം ഇങ്ങനെ അവിടെ ഉണ്ട്. വേണമെങ്കിൽ അതിനകത്തൊന്ന് ജസ്റ്റ് കയറിയിരിക്കാം. കിടക്കാൻ കാല് നീട്ടി കിടക്കാൻ പറ്റൂല. ചാരി ഇരുന്ന് കാല് വേണമെങ്കിൽ ഒന്ന് നീട്ടി വയ്ക്കാം, അത്രേ ഉള്ളൂ. എണ്ണീറ്റ് നീക്കാൻ പറ്റൂല. ആ ജയിലിൽ കിടന്ന് എണ്ണീറ്റ് നീക്കാൻ മേലാത്തെടുത്ത് മാസങ്ങളും വർഷങ്ങളും കിടക്കുന്ന മനുഷ്യൻ എഴുതുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. സകലതും പ്രാർത്ഥനയാൽ സ്തോത്രത്താൽ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ നിലവുകളിൽ ഉണ്ടാകും. ഇതൊരു ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. കാരാഗ്രഹത്തിൽ അർദ്ധരാത്രിയിൽ ജയിലിൽ കിടക്കുന്ന ഈ മനുഷ്യൻ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പൊ തടവുകാരത് ശ്രദ്ധിച്ചെന്ന് രീതിയില്ല. സാധാരണ ജയിലിൽ കിടക്കുന്ന തടവുകാർ കേൾക്കുന്നത് പാട്ടും പ്രാർത്ഥനയല്ല, കേൾക്കാൻ കൊള്ളാത്തതാ, ശാപവാക്കുകളാ, ഓഫീസർമാരെ വേണ്ടാത്തത് പറയുന്നതാ. പക്ഷെ പതിവിലും വിപരീതമായി കാരാഗ്രഹത്തിൽ ജയിലിൽ കിടക്കുന്നവന്റെ കാതിനകത്ത് ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, ജയിലിൽ കിടക്കുന്നവൻ അതിനകത്ത് കിടന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കാലാമത്തിലാണ്. ആമ എന്നാന്നറിയാം? എന്നാ, ഈ രണ്ട് തടി കട്ട റൗണ്ട് കാൽ അതിനകത്ത് കയറ്റും. എന്നിട്ട് ആ തടി രണ്ടും കൂടെ കാലെ വെച്ചിട്ട് ലോക്ക് ചെയ്യും. മനസ്സിലായോ? 2 കാലും ആട്ടാൻ പറ്റിയിട്ട് പോലും സ്വതന്ത്രം ചെയ്യുന്നില്ല. ചങ്ങല ധരിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു രാത്രി പൗലോസും ശീലാസും കൂടെ തീരുമാനിച്ചു നമുക്ക് അങ്ങോട്ട് പാട്ട് പാടാം, ഇതെല്ലാം കൂടെ അങ്ങോട്ട് അഴിയട്ടെ. ഒന്നുമല്ല. അവരഴിക്കാൻ വേണ്ടി, ബന്ധനം അഴിക്കാൻ, ഭൂകമ്പം ഉണ്ടാക്കാൻ പാട്ട് പാടിയാന്നോ?
ചരിത്രത്തിൽ ആരെങ്കിലും പാട്ട് പാടിയപ്പോൾ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം. എന്നാ നമുക്ക് പാടിയേക്കാം മൂന്നാമത്തെ പാട്ട്, ഭൂകമ്പം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പാടിയാന്നോ? ഹല്ലേലൂയ. അല്ല, അത് അവരുടെ ആറ്റിറ്റ്യൂഡാ, അവരാത്മീയരാ. ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും ദൈവത്തിന് നന്ദി പറയുന്ന മനോഭാവമുള്ളവരാണ്. അതവര് കാരാഗ്രഹത്തിൽ ചെയ്തപ്പോൾ തമ്പുരാൻ അവരോടൊരു പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാക്കി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കി, ഭൂകമ്പം ഉണ്ടാക്കി, ജയിൽ മുഴുവൻ തുറന്ന്, നമ്മുടെ ഭാഷ പറഞ്ഞ ദൈവം അവിടെ ഭയങ്കര സീനാക്കി. ഇന്നത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ ദൈവം അവിടെ ഭയങ്കര സീനാക്കി. പുറത്തു നോക്കിയേ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലെല്ലാം, ഒരു വാതിലാണോ? എല്ലാ ജയിൽ പുള്ളികളുടെയും കഥ അങ്ങ് തുറന്നു. അവരുടെ മാത്രമല്ല, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഞാൻ ഇങ്ങനെ പറയുന്നു, ഒരു വീട്ടിലോ ഒരു സഭയിലോ നന്ദിയുള്ള ഒരുത്തനുണ്ടെങ്കിൽ അവൻ ബാക്കിയുള്ളവർ കൂടെ വിടുതലാണ്. ദൈവത്തോട് നന്ദിയുള്ള ഒരാളുണ്ടെങ്കിൽ അവൻ ബാക്കിയുള്ളവർ കൂടെ വിടുതലാണ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. താങ്ക്സ്ഫുൾ ഹാർട്ട് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്, ഇതിനകത്ത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കഥാപാത്രമുണ്ട്. പുള്ളിയുടെ പേര് യോന എന്നാണ്. യോന. ബൈബിളിലെ യോനായെ കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം ജിജിപാസ് വായിക്കാൻ പോവാണേ. വായിക്കുമ്പോൾ കൂടെ ഞാനും പറഞ്ഞു പോകും. ഒന്ന് വായിച്ചേ. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്താ? യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമ്പോ വലിയ തിമിംഗലം, വലിയ മത്സ്യം പുള്ളിയെ വിഴുങ്ങിയിരിക്കുക. അപ്പൊ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമ്പോ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. കരക്കിരുന്നിട്ട് പ്രാർത്ഥിക്കുന്നില്ല, ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അവനെനിക്ക്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടോണേ, എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, മനസ്സിലാവും. വായിച്ചോ. അവൻ എനിക്ക് ഉത്തരമരളി, ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽപ്പുല്ല് എന്നെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാദത്തോട് with the voice of thanksgiving. Amen. Hallelujah. With the voice of thanksgiving. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. അപ്പോ യോന പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് ചെയ്യാണ്? ഞാൻ നിനക്ക് ഈ അവസ്ഥയിലും നന്ദി പറയുകയാണ്. ഈ അവസ്ഥയിൽ ഞാൻ നിനക്ക് എന്ത് സംഭവിച്ചു നോക്കിയ 10-ാം വാക്യത്തിൽ, എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു. കണ്ടോ? ആ അവസ്ഥയിലും നന്ദി പറഞ്ഞവൻ മീന്റെ വയറ്റിനകത്ത്, ആമാശയത്തിൽ, ഒരു വലിയ തിമിംഗലത്തിന്റെ ആമാശയത്തിനകത്ത് ഒരുത്തം 3 ദിവസം ഇരുന്നത്. വല്ലോ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതിനകത്തിരുന്ന് എല്ലാം തീർന്നു, എല്ലാം തൊലഞ്ഞു, എല്ലാം തകർന്നെന്നാ പറഞ്ഞിരുന്നെങ്കിൽ ആ മീന്റെ അതിനകത്തെ ആസിഡ് എല്ലാം കൂടെ പുള്ളിയെ ഉരുക്കി കളഞ്ഞേനെ. പക്ഷെ അതിനകത്തും കിടന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞതുകൊണ്ട് ആ കടൽ മത്സ്യത്തിന്റെ അകത്തും പുള്ളിക്ക് ഓക്സിജൻ കിട്ടി. അല്ലെങ്കിൽ ആ ജീവനോടെ പുറത്തു വരുമോ? ദൈവം പ്രൊട്ടക്ട് ചെയ്തു, ദൈവം അത്ഭുതകരമായി സംരക്ഷിച്ചു. യോന കരയ്ക്ക് പുറത്തു വന്നു. പറഞ്ഞേ, പുറത്തു വന്നു. പറഞ്ഞേ, പുറത്തു വന്നു. ഞാൻ ഇങ്ങനെ ഒരു പ്രവചനം, ഒരു ഡിക്ലറേഷൻ ഞാൻ ഈ സഭയുടെ മേൽ ഇടുന്നു. നന്ദി
നന്ദിയുള്ള ഹൃദയമുള്ളവൻ, ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവൻ സകല സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ. യേശു കല്ലറയിൽ നിന്ന് പുറത്തു വന്നതുപോലെ, യോന കടൽ മത്സ്യത്തിന്റെ വായിൽ നിന്ന് പുറത്തു വന്നതുപോലെ, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ, പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ, യേശുവിന്റെ നാമത്തിൽ യാക്കോബ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് പുറത്തു വന്നതുപോലെ, ആമേൻ, ഹല്ലേലൂയ, ഗിദെയോൻ മിദ്യാന്യ ശക്തികളുടെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ, ഇന്ന് പകൽ ദൈവത്തോട് നന്ദിയുള്ള ഹൃദയമുള്ളവർ ചില സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വരുമെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. Thank you Lord Jesus. Hallelujah. ഈ പിറുപിറുക്കുന്ന ആറ്റിറ്റ്യൂഡ്, കുറ്റം പറയുന്ന ആറ്റിറ്റ്യൂഡ്, നന്ദിയില്ലാത്ത ഹൃദയം നമ്മുടെ നന്മകളെ തടയും എന്നുള്ളത് മാത്രമല്ല, അതിന്റെ വേഗതകളെ തടയും. ചില കാര്യങ്ങളൊന്നും സ്പീഡിൽ നടക്കൂല. ഈ ഇസ്രായേൽ മക്കൾ ഇത്രയും വലയാനുള്ളതിന്റെ കാരണം അതാ. പെട്ടെന്ന് എത്തേണ്ട ടീമുകൾ എത്തിയില്ല. മനസ്സിലായോ? കാരണം ഓരോ മൊമെന്റിലും ദൈവം അവരുടെ ഹൃദയങ്ങളെ പരിശോധിക്കുമായിരുന്നു. പക്ഷെ ഒരുമാതിരിപ്പെട്ട എല്ലാ പരീക്ഷയും ഒരു കൃത്യമായിട്ട് എഴുതി തോറ്റു എന്നുള്ളതാണ്. ചെറുതരാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സിംഹത്തിന്റെ കുഴിയിൽ ദാനിയേൽ കിടക്കുമ്പോൾ അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദാവീദിന്റെ ലൈഫ് സ്റ്റൈല് തന്നെ നന്ദി പറയുന്നതായിരുന്നു. അബ്രഹാം ദൈവത്തോട് നന്ദി പറഞ്ഞു. ലാസറിന്റെ കല്ലറവാതിക്കൽ നിന്ന് യേശു പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, പിതാവേ, ഇപ്പോഴും നീ എൻ്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ആ കർത്താവിന്, പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞേച്ചു അങ്ങോട്ട് തിരിഞ്ഞു വിളിച്ചു, ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. പറഞ്ഞാൽ തീരില്ല പ്രിയമുള്ളവരെ. ആ താങ്ക്സ്ഫുൾ ഹാർട്ട്, ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കർത്താവ് ഒരു അത്ഭുതമാക്കി മാറ്റും. ഇനി ഒരു ഡെലിവറൻസ് മിനിസ്ട്രി സെഷനിലേക്ക് നമ്മൾ കയറുകയാണ്. അതിനു മുമ്പ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ തന്ന സകല കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയണം. 2, ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഈ കാര്യം മറന്നു പോകരുത്. നമ്മുടെ എല്ലാ കോൺവെർസേഷനെയും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. God is listening all of our conversation. Hallelujah. ഞാൻ ഇപ്പോഴും മറക്കാത്ത 2-3 സംഭവങ്ങളുണ്ട്. ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ ഈ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് കോന്നിയിൽ, എന്താ സ്ഥലത്തിന്റെ പേര്, അട്ടച്ചാക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു കൺവെൻഷന് പോയി. അപ്പൊ അതിന്റെ തലേ ആഴ്ചകളിലെല്ലാം ഭയങ്കര യാത്രകൾ, നോർത്ത് ഇന്ത്യൻ മീറ്റിംഗ്, ഒരു ദിവസം പോലും ഇല്ല, എല്ലാ ദിവസവും യാത്രയും മീറ്റിംഗ്, രാവിലെയും വൈകിട്ടും. അപ്പൊ ഈ അട്ടച്ചാക്കൽ കൺവെൻഷന് പോകുന്നതിന്റെ തലേ ദിവസം എനിക്കൊരു പനി പിടിച്ചു. എന്നാൽ ആ ടൈമിൽ എല്ലാവർക്കും ഇങ്ങനെ നമ്മുടെ നാട്ടുകാർ പറഞ്ഞ പനി സീസൺ, ഒരു പനി പിടിച്ചു, നല്ല പനി, നല്ല വൈറൽ ഫീവർ. അപ്പൊ എനിക്ക് എൻ്റെ കഴുത്ത്, ഒന്നാമത് യാത്ര ചെയ്തുകൊണ്ട് കഴുത്തും തോളും മുതുവും ഭയങ്കര വേദന, ഭയങ്കര പെയിൻ. ഞാൻ അന്നത്തെ ദിവസത്തെ കൺവെൻഷന് ഫസ്റ്റ് ഡേ പ്രസംഗിച്ചു. ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കാൻ മേലാത്ത അസ്വസ്ഥതയായിരുന്നു. ഞാൻ അവിടുന്ന് ഇറങ്ങി വണ്ടിയിലേക്ക് കയറി. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഈ ലിബിനുണ്ട്, ജിജി പാസ്റ്ററുണ്ട്, ഞങ്ങളുടെ ഖത്തറിലെ സന്തോഷ് പാസ്റ്ററുണ്ട്. ആ വണ്ടിക്കകത്ത് ഞാനിങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ഫ്രണ്ടിലായിരിക്കുന്നത് ഞാൻ സന്തോഷ് പാസ്റ്ററേയും ജിജി പാസ്റ്ററേയും പുറകോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പം ഞാൻ അവിടുന്ന് ഇപ്പം നേരത്തെ ഇറങ്ങിയപ്പോൾ അവർ ചിന്തിച്ച് കാണും ഞാൻ വലിയ ആൾ കളിച്ച് പോയതാണ്. നമ്മുടെ അടുത്ത കാര്യം എന്നാന്നോ, നമ്മുടെ അസ്വസ്ഥത എന്താണെന്നൊന്നും ഇവരറിയത്തില്ല. ഇതൊക്കെ ആരറിയാനാ? നമുക്ക് കഴുത്തിന് വേദനയുണ്ടോ, തോളിന് വേദനയുണ്ടോ, പുള്ളി എന്തൊക്കെ സഫർ ചെയ്താൽ അവിടെ നിന്നേന്നൊന്നും ആർക്കും, നമ്മളെ പ്രസംഗം കേൾക്കുന്നവർക്കൊന്നും അറിയാം നമ്മളേതാണ്ട് വലിയ ഇന്ന് രാവിലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതനാണെന്ന് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ആർക്കും നമ്മുടെ വേദനയൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. ദൈവം എൻ്റെ വായിന്ന് വീണൊരു വാക്കാ, ദൈവം അറിയുന്നുണ്ടായിരിക്കും, അത് മതി. ദൈവം അറിയുന്നുണ്ടായിരിക്കും. ഒരു വിഷമത്തി എന്ന് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? പിറ്റേ ദിവസം രാവിലെ ഒരു 7:30 മണി കഴിഞ്ഞപ്പം റോയി വാഴമുട്ടം എന്ന് പറയുന്ന പാസ്റ്റർ എന്നെ വിളിക്കുകയാണ് രാവിലെ. അപ്പോൾ ആ പാസ്റ്റർ ആ മീറ്റിങ്ങിന് പങ്കെടുത്തൊരു പാസ്റ്റർ.
അപ്പോൾ എനിക്ക് പനിയാണോ ഇതൊന്നും ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല. എനിക്ക് കഴുത്തിനോ തോളിന് വേദനയാണെന്ന് ആർക്കും അറിയില്ല. അറിയാവുന്നത് ജീനായിക്ക് മാത്രമാണ്. വണ്ടി തിരിച്ചു പോയപ്പോൾ അല്ലേ പാസ്റ്ററെ, അന്ന് 1ാമത്തെ ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് വണ്ടി തിരിച്ചു പോയപ്പോൾ ഞാൻ സന്തോഷ് പാസ്റ്ററോട് പറഞ്ഞു, സന്തോഷ് പാസ്റ്ററെ എൻ്റെ ഇവിടെ ഭയങ്കര പെയിനാ മോനെ, എന്തോ ഇനിയിപ്പം പനിയുടെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടെ, നല്ല വേദന, ആരറിയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വിട്ടു. ദിവസം രാവിലെ റോയി വാഴമുട്ടൻ പാസ്റ്റർ, ഞാൻ എൻ്റെ കയ്യിലൊരു ഗ്ലാസ് ചായ ഇരിപ്പുണ്ട്, സിറ്റ് ഔട്ട് ഇരിക്കുക. ടിനു പാസ്റ്റർ ഇന്നലെ എപ്പോഴെങ്കിലും വീട്ടിൽ ചെന്നു? ഞാൻ പറഞ്ഞു പാസ്റ്റർ ഞാനൊരു 11 ആയപ്പോൾ എത്തി, 11:30 ആയപ്പോൾ എത്തി. മീറ്റിംഗ് ഒക്കെ അനുഗ്രഹമായിരുന്നു പാസ്റ്റർ. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു, പുള്ളി പറയുക, ഞാൻ വീട്ടിൽ ചെന്ന് ഒരു 12 മണി മുതൽ 1:30 മണി വരെ ടിനു പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു താങ്ക് യു. അല്ല അങ്ങനെ പ്രാർത്ഥിച്ചെന്നല്ല പാസ്റ്റർ, എന്തോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരാണ്ട് പറയുന്നത് പോലെ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം, പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം യേശു കർത്താവ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, അവനെ മുതുകിനും കഴുത്തിനും ചെറിയൊരു വേദനയുണ്ടെന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് പുള്ളി എന്നോട് ചോദിക്കുക, പാസ്റ്റർ അങ്ങനെ കാണും ഉണ്ടോ? എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ചായ വിറയ്ക്കുക. ഞാനത് ചാരുപടിയില്ല, സിറ്റ് ഔട്ടിലോട്ട് അങ്ങ് വെച്ചു. ഫോൺ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുക. ഞാൻ ആ കസേരയിൽ നിന്ന് ആ ജനലിൽ അങ്ങോട്ട് അങ്ങ് ചാരി എൻ്റെ 2 കണ്ണും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു പാസ്റ്ററെ പ്രാർത്ഥിച്ചതിന് നന്ദി, ഞാൻ വൈകിട്ട് കാണാം. ഫോൺ വെച്ചു. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ ആ കാറിനകത്തിരുന്ന് സംസാരിച്ചത് എൻ്റെ ദൈവം കേട്ടു. എൻ്റെ ദൈവം കേട്ടു. ഇതെപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടാണ്. God is listening all of our conversations. എൻ്റെ സംഭാഷണങ്ങളെ, എൻ്റെ വർത്തമാനങ്ങളെ എൻ്റെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. അത് ദൈവത്തിന് നന്ദി പറയുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവൻ ചെയ്ത അത്ഭുതങ്ങളെ പ്രകീർത്തിക്കുന്നതും വർണ്ണിക്കുന്നതും ആയാൽ ഞാൻ ഉറപ്പായും പറയുന്ന പ്രിയരെ, 5 അപ്പവും 2 മീനും 5000 ഇനഫാകും. 5000 ഇനഫാകും. എൻ്റെ അനുഭവമാണ്. ദാവീദ് ദീനമായി കിടന്നപ്പോൾ 118 സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ 17-ാമത്തെ വാക്യം പ്രധാനമായി വായിക്കാം. ദാവീദ് ദീനമായി കിടന്നപ്പോൾ 17-ാമത്തെ വാക്യത്തിൽ 118 സങ്കീർത്തനം 17-ാം വാക്യം പറഞ്ഞു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഇത് ഒരു പ്രവാചകനും തന്റെ തലയിൽ വന്ന് കൈവച്ച് പറയുകയല്ല. നാഥാൻ പ്രവാചകൻ തന്റെ അടുക്കൽ വന്ന് പ്രവചിക്കുകയല്ല. ഇത് താൻ തന്നോട് തന്നെ പറയുകയാണ്. തന്നെ കേൾക്കുന്ന, തന്നെ സംഭാഷണങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പിൽ, വിശ്വാസത്തിൽ ദാവീദ് രോഗക്കിടക്കയിൽ കിടന്നു തന്നോട് തന്നെ പറയുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ചരിത്രം പഠിക്കുമ്പോൾ ദാവീദിന് സ്വർഗത്തിലെ ദൈവം ദീർഘായുസ് കൊടുത്തു. വളരെ വൃദ്ധനായി പിതാക്കന്മാരോടുകൂടെ നിദ്ര പ്രാപിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകളെ ദൈവം ശ്രദ്ധിക്കുന്നു. അതാണ് സദൃശ്യവാക്യം 18, 20, 21. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഈ രക്തസ്രവക്കാരിയാകുന്ന സ്ത്രീ, മത്തായി 9-ന്റെ 20, 21 വാക്യം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട 2 വാക്യങ്ങളാണത്. മത്തായി 9, 20, 21. അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. തൃശ്ശൂക്കാരെ ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവുന്നത് എന്റെ ഭാഷയല്ല, ബൈബിൾ ഭാഷയാണ്. പറഞ്ഞ ഉള്ളം കൊണ്ട് പറഞ്ഞു. മലയാളികളെ ഇത് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതാ ഭാഷ? ഉള്ളം കൊണ്ട് പറയാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ചിരിച്ചിരിക്കുമ്പോഴും ഉള്ളം കൊണ്ട് ചിലത് പറയുന്നുണ്ട്, ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ആ ഉള്ളം കൊണ്ട് പറഞ്ഞതിനെയും ദൈവം റീഡ് ചെയ്തു. അവന്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്നുള്ളം കൊണ്ട് പറഞ്ഞിട്ട്
പുറകിൽ ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടു. ആമേൻ. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. ആമേൻ. അവൾ സൗഖ്യം പ്രാപിച്ചു. അത് വിശുദ്ധ തിരുവെഴുത്തുകളിൽ മർക്കോസിലേക്ക് വരുമ്പോൾ മർക്കോസ് 5:28 പറയുന്നുണ്ട്, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. മരിക്കാറായി കിടക്കുകയാണ്. 12 വർഷമായിട്ട് ബ്ലീഡിംഗ് ആണ്. മുതലും വസ്തുവും എഴുതി വിറ്റ് ചികിത്സിച്ചിട്ട് സൗഖ്യമായിട്ടില്ല. അതിശക്തമായി അവൾ ക്ഷീണിതയാണ്. മരണത്തെ മുഖാമുഖമായി കാണുകയാണ്. പക്ഷേ അവൾ വാ കൊണ്ട് പറയുന്നത്, ഞാൻ ചത്തുപോകും, ഞാൻ തൊലയും, ഞാൻ നശിക്കുമെന്നല്ല, ഞാൻ രക്ഷപ്പെടും. ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും, ഞാൻ ഇത് പ്രവാചകനല്ല നിങ്ങളോട് പറയേണ്ടത്, ഇത് ടിനു പാസ്റ്റർ അല്ല നിങ്ങളോട് പറയേണ്ടത്, ഇത് നിങ്ങളോട് നിങ്ങൾ പറയണം. അടിച്ച് കർത്താൻ, ഞാൻ രക്ഷപ്പെടും, എന്റെ കുടുംബം വിടുവിക്കപ്പെടും, എന്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ ദൈവം എന്നെ മാനിക്കും, എന്റെ ദൈവം എന്നെ ഉയർത്തും, എന്റെ ദൈവം എനിക്ക് വഴി തുറക്കും. ഇത് പറയാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെട്ടു വരും. അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഭൂമി പാഴായിരുന്നു, ഭൂമി ശൂന്യായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പറയുന്നു, പാഴായിരുന്നു, ശൂന്യായിരുന്നു, ഇരുട്ടായിരുന്നു. എന്നാൽ വെള്ളത്തിന് മീതെ ദൈവാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ. And God said, let there be light, and there was light. And God said എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെന്ന് ദൈവം പറഞ്ഞു. ഓ ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിങ്ങളുടെ വാ കൊണ്ട് ചിലത് പറയണം. ഇത് തെറ്റായ ഉപദേശമല്ല. കാരണം മത്തായി 17:21 എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ ആമേൻ, അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തില്ല. പറയണം, ചില കാര്യങ്ങൾ പറയണം. അത് മറ്റേ പുള്ളിക്ക് വന്നതാ. രോഗത്തോട് അവന്റെ അടിപ്പിണറാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ചെയ്തു നോക്ക്, നന്ദി പറഞ്ഞു നോക്ക്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. നല്ല ഭർത്താക്കന്മാരോട് പറയുന്നു, നിങ്ങളുടെ ഭാര്യ എന്തെങ്കിലും ഒരു ചായ ഇട്ടുകൊണ്ട് വന്നാൽ, ഒരു മീൻകറി വെച്ചാൽ ആ ഭാര്യയെ നോക്കി ഒന്ന് താങ്ക് യു പറ, നല്ലതായിട്ടുണ്ടെടി, നല്ല ടേസ്റ്റാണ് മോളെ എന്ന് പറഞ്ഞേ, അടുത്ത ദിവസം നല്ല ഇതിനേക്കാൾ സൂപ്പർ സാധനം വെച്ച് തരും. അത് പറഞ്ഞില്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് സാധനം ചൂടാക്കി തരും. മനസ്സിലാകുന്നുണ്ടോ? 4 ദിവസമൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ലാസറെ പുറത്തു വരിക, 4 ദിവസമായത് അതൊക്കെ എടുത്ത് തരും ചൂടാക്കി. മനസ്സിലാവുന്നുണ്ടോ? 4 ദിവസമായിരിക്കുന്ന സാധനമല്ല ലാസർ. മനസ്സിലായോ? നന്ദി പറയണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. ഹല്ലേലൂയ. അത് പ്രകടമാക്കണം. താങ്ക് യു ലോർഡ് ജീസസ്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഭൂമിയിലും സ്വർഗത്തിലും എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നത്. എപ്പോഴും പിറുപിറുക്കുന്ന, എപ്പോഴും കുറ്റം പറയുന്ന, എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ നിന്നാൽ അതൊരു അസ്വസ്ഥതയാണ്. നമ്മൾ ഫ്രീ ആയിരിക്കും.
താങ്ക് യു ജീസസ്. Thank you, Jesus. നന്ദി പറഞ്ഞു നോക്കി. Amen. നന്ദി പറയും. ഇത്ര അനുഭവങ്ങൾ എൻ്റെ ജീവിത ഈ 10-26 വർഷത്തെ ചെറിയ ശുശ്രൂഷ കാലയളവിൽ എന്തെല്ലാം സംഭവങ്ങൾ എൻ്റെ മൈൻഡിലേക്ക് ഇപ്പോൾ ഓടി വരുന്നെന്നറിയാം. ഏതെല്ലാം സ്ഥലത്ത് നടന്ന എപ്പോഴെല്ലാം നടന്ന സംഭവങ്ങൾ എൻ്റെ അകത്ത് വരുന്നെന്നറിയാമോ? പല കാര്യങ്ങളിൽ, പല കാര്യങ്ങളിൽ. ജീസസ്. Thank you, Jesus. വെളിച്ചം ഉണ്ടാകട്ടെ. Amen. എപ്പോഴാ ദൈവം അത് പറഞ്ഞേ? വെള്ളത്തിന് മീതെ പരിശുദ്ധാത്മാവ്. അപ്പൊ ആ പ്രസൻസ് ഓഫ് ഗോഡ്, ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ദൈവം അത് പറഞ്ഞത്. Amen. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരാളെ, ഒരു മരിച്ച ഒരാളെ പ്രാർത്ഥിച്ചുയർപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, പക്ഷെ ജീവിച്ചിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് കൊല്ലരുത്. ആരും മിണ്ടണില്ല. Amen. Hallelujah. രണ്ട് ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യുമ്പോൾ, സുനീഷ് പാസ്റ്റർ, ലിജി പാസ്റ്റർ, ഇന്നത്തെ മീറ്റിംഗ് തൃശ്ശൂരുകാർക്ക് ഏറ്റെടുക്കാന്നുണ്ടെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും പറഞ്ഞു. Amen. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തെ അഡ്രസ് ചെയ്യണം. ലൈവിൽ കാണുന്നവരോട് ഞാനിത് പറഞ്ഞു തരികയാണ്. ഹന്നയ്ക്ക് മക്കളില്ല. ഹന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു കുട്ടിയെ തരണേ കർത്താവ്, എനിക്കൊരു കുഞ്ഞിനെ തരണേ കർത്താവ്, ഒരു കുഞ്ഞിക്കാലെങ്കിലും കാണാൻ, അങ്ങനല്ല പ്രാർത്ഥിച്ചത്. ദൈവമേ, നീ എനിക്കൊരു ആൺകുഞ്ഞിനെ തരണം. Amen. കൃത്യമായി വാ കൊണ്ട് അത് ക്ലാരിറ്റിയോടെ പറയുകയാണ്. Amen. ഈ ഏലി പുരോഹിതൻ ഹന്നായുടെ ഈ പ്രാർത്ഥന കേട്ടിട്ട് ഹന്നായെ പരിഹസിച്ചായിരുന്നു. പക്ഷെ ചില വർഷങ്ങൾ കഴിഞ്ഞ് ഹന്ന ഈ സാമുവേലുമായിട്ട്, ഈ മകനുമായിട്ട് ഈ പള്ളി വരുമ്പോൾ ഏലി പുരോഹിതനെ പരിചയപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. യജമാനൻ എന്നെ ഓർക്കുന്നുണ്ടോ? അപ്പൊ ഏലിയുടെ കണ്ണൊക്കെ മങ്ങി, പ്രായമായി, എന്നെ ഓർക്കുന്നുണ്ടോ? ദേ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച സ്ത്രീയാണ് ഞാൻ. ഈ മകനായിട്ടാകുന്നു ഞാൻ പ്രാർത്ഥിച്ചത്, ഈ ബാലനായിട്ടാകുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ യഹോവയോട് കഴിച്ച ആ പ്രാർത്ഥന യഹോവ എനിക്ക് നൽകി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ എൻ്റെ വാ കൊണ്ട് പ്രഖ്യാപിച്ചതാണ് ഇപ്പൊ ഞാൻ ഈ കയ്യെ പിടിച്ചേക്കുന്നത്. അത് സംഭവിക്കും. അത് സംഭവിക്കും. Thank you, Lord Jesus. അത്ര ഉറപ്പാണ് അതിനകത്ത്, അത്ര ഉറപ്പാണ് അതിനകത്ത്. ഇന്ന് അതിനകത്ത് ഒരു വലിയ ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത്, ഞാൻ എന്താണോ പ്രഖ്യാപിച്ചത്, ഞാൻ എന്താണോ എൻ്റെ വായ കൊണ്ട് പറഞ്ഞത്, അതാണ് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനൊരു ദൂത് എന്നെ കേൾക്കുന്നവരുടെ, കാണുന്നവരുടെ മേൽ റിലീസ് ചെയ്യാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വാ കൊണ്ട് പ്രഖ്യാപിച്ചത്, പ്രവചിച്ചത്, വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ച് ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഒരു വാക്യം വായിച്ചു. യേശു കർത്താവ് അതിനോട് പറഞ്ഞു, അല്ലേ? ഇരുന്നേ, ഒരു 1-2 കാര്യോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. മത്തായി 21:18 മുതൽ എഴുതിയിട്ടുണ്ട്. യേശു നഗരത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ 19-ാം വാക്യം, ഒരു അത്തിവൃക്ഷം കണ്ടു, അതിന് അടുക്കൽ ചെന്നു, അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ നിന്ന് ഒരു ഫലവും ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ആ വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മക്കളെ, നിങ്ങൾക്ക് വേർഡ് കിട്ടിയില്ല? മത്തായി 21
അതിന്റെ 19 വാക്യം. യേശു അതിനോട് പറഞ്ഞു. Amen. എന്തിനോട് പറഞ്ഞു? അതിനോട് പറഞ്ഞു. കാടടച്ച് വെടിവെക്കുന്നതല്ല വിശ്വാസ പ്രഖ്യാപനം. നിങ്ങൾക്ക് ആ ലാംഗ്വേജ് പിടി കിട്ടിയോ? ഈ കയ്യിലൊരു തോക്കുണ്ട്, അടിക്കുന്ന നല്ല വിശ്വാസ പ്രഖ്യാപനം. ഫോക്കസ്ഡ് ആണ്. Amen. ടാർഗറ്റ് ചെയ്യുക. ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. കൊച്ചി ഇറക്കൻ, ബാലകൻ, ഏലാ താഴ്വരയിൽ. ഗോലിയാത്ത് എന്ന് പറയുന്ന മനുഷ്യൻ എത്ര വലിപ്പമുള്ളവനായിരിക്കണം ഈ ശൗൽ ഒളിക്കണമെങ്കിൽ. കാരണം ഇസ്രായേലിൽ വെച്ച് ശൗലിന്റെ അത്രയും പൊക്കമുള്ള, സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള ഒരുത്തനും ഇല്ലായിരുന്നെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ആ ശൗൽ ഇപ്പൊ കൈതക്കാട്ടി ഒളിച്ചിരിക്കുക, ആരും മിണ്ടുന്നില്ല. Amen. അപ്പൊ ഗോലിയാത്ത് തന്നെ ആയിരിക്കും. ഇത്രയും വലിയ ഗോലിയാത്തിന്റെ മുൻപിൽ ദാവീദ് എന്ന് പറയുന്ന ചെറിയ ബാലകൻ ചെന്ന് നിൽക്കുകയാണ്. ഗോലിയാത്തിന് തന്നെ ചിരി വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുമോ ഇതൊക്കെ? വലിയ ഒരാനയുടെ മുമ്പിൽ ഒരാട്ടിൻകുട്ടി നിൽക്കുന്നത് പോലെ ഗോലിയാത്തിന് തന്നെ ചിരി വരുന്നുണ്ട്. ഇവനാണോ എന്നെ തകർക്കാൻ വരുന്നതെന്ന്. പക്ഷേ ദാവീദ് അങ്ങോട്ട് കയറി ചെന്ന് മുന്നിലോട്ട് നിന്നിട്ട് പറഞ്ഞു, നീ വാളും വടിയുമായി എന്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. അടുത്ത വാക്ക്, യഹോവ ഈ ഫെലിസ്ത്യനെ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കും. കിട്ടിയോ? യഹോവ ഈ ഫെലിസ്ത്യനെ, യഹോവ ഇന്ന് നിന്നെ, കണ്ട, നിന്നെ ഫോക്കസ്ഡാ, കാടടച്ച് വെടിവെക്കുകയല്ല. യഹോവ നിന്നെ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഫോക്കസ്ഡാ, ഫോക്കസ് ചെയ്യാണ്, ചുമ്മാ അങ്ങ് പറയല്ല. ഹല്ലേലൂയ. കവണയിൽ നിന്ന് അല്ലെങ്കിൽ സഞ്ചിയിൽ നിന്ന് കല്ലെടുക്കുന്നതിന് മുമ്പ്, കല്ലെടുത്ത് കറക്കി എറിയുന്നതിന് മുമ്പ് നാക്കാണ് ആദ്യം എടുത്തത്. കല്ല് പോകുന്നതിന് മുമ്പ് പോയത് വാക്കാണ്. വാക്ക് കൃത്യമാണെങ്കിൽ, നിന്റെ വാക്കും നിന്റെ പ്രഖ്യാപനം ഫോക്കസ്ഡ് ആണെങ്കിൽ ആ കല്ലും കൃത്യമായി പോയിരിക്കും. കിട്ടിയോ? അച്ഛനും അമ്മാമ്മയോട് പറയാണ്, കൊച്ചിനെ MBBS വിട്ട് പഠിപ്പിക്കണോ? ഇവന് പഠിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. ഇവനെ നീറ്റ് എഴുതി അവൻ ജയിക്കുക വെച്ചാ പൈസ ഒക്കെ ചെലവാക്കണം. അവനെ MBBS പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് രണ്ടുപേരും കൂടി ഇരുന്ന് പറഞ്ഞേച്ച് കൊച്ചിനോട് പറയാ, പഠിക്കടാ, നീറ്റിന് പഠിക്കും, നല്ലോണം പഠിക്കും. ഈ കല്ലെടുക്കുന്നതിന് മുമ്പ്, നീറ്റ് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് അപ്പനും അമ്മയും കൂടി ഇരുന്ന് പറയണം, എൻ്റെ കുഞ്ഞ് നീറ്റ് എഴുതി കിട്ടും, അവനൊരു ഡോക്ടർ ആകും എന്ന് പറഞ്ഞിട്ട് വേണം നീറ്റ് എഴുതാൻ, അല്ല എക്സാമിന് വിടാൻ. അതെന്ത്, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇത് ഗോലിയാത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നേച്ച് ഇവൻ വീഴുമെന്ന് തോന്നുന്നില്ല, കണ്ടിട്ട് ശരിയാവണം തോന്നുന്ന ഒരു കാര്യം തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്താൽ ഗോലിയാത്തിനായിരിക്കും എറിയുന്നേ, 1 കിലോമീറ്റർ അപ്പുറത്തേക്കുന്നവൻ തറ വീഴും. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായ ടാർഗറ്റിൽ ഈ സാധനം എത്തൂല. പക്ഷെ വാ കൊണ്ട് അത് പ്രഖ്യാപിച്ചിട്ട് ഈ 2026 ഇത് ഇയർ ഓഫ് ഗ്രേറ്റ് വിക്ടറി. എന്റെ ലൈഫിൽ, എന്റെ കരിയറിൽ, എന്റെ ശുശ്രൂഷയിൽ എന്റെ ദൈവം അത് ചെയ്തിരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തിൽ കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ ഡിസംബർ 31 പറയാൻ നിന്റെ പക്കൽ ചില സാക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദാവീദ് കല്ലെടുക്കുന്നതിന് മുൻപ് വാക്കയച്ചു. He released that faith declaration and the word. Amen. In the name of Jesus. യേശു കർത്താവ് അത്തിയോട് പറഞ്ഞു, അതിനോട് പറഞ്ഞു. എനിക്ക് ആ വാക്കില്ല, അതിനോട് പറഞ്ഞു. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞോട്ടെ. നമ്മുടെ ഇന്നത്തെ മെസ്സേജ് എല്ലാം നമ്മൾ കേട്ടു, ഇന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ചർച്ച് സർവീസ് കഴിഞ്ഞു. ഞാൻ താഴോട്ട് ഇറങ്ങി പോകുമ്പം ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു മരത്തോട് വർത്താനം പറയുന്നു.
ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, നിന്നിൽ നിന്ന് ഇനി ഫലം ഉണ്ടാകാതെ പോട്ടെ, ഇത് മോശമായിപ്പോയി. നിങ്ങൾ മാറി ഇന്ന് നോക്കുകയാണ്, ഞാനൊരു മരത്തോട് നിങ്ങൾ എന്ത് പറയും? ഇതാ ശിഷ്യന്മാര് കണ്ടത്. ശിഷ്യന്മാര് നോക്കുമ്പോൾ യേശു അത്തിയോട് സംസാരിക്കുന്നു. ഇവർക്ക് തന്നെ തോന്നിക്കാണും, ഓക്കെ ആണോ? അത്തിയോട് സംസാരിക്കുന്നു, ഇത് പറഞ്ഞേ ചങ്ങ് പോയി. ഇവർക്ക് തന്നെ തോന്നിക്കാണും, ഓക്കെ ആയിരിക്കും. പക്ഷെ തിരിച്ച് പിറ്റേ ദിവസം അതുവഴി വീണ്ടും പോകുമ്പോൾ ബാക്കിയുള്ള എല്ലാ അത്തി അവിടെ ഉണ്ട്. കർത്താവ് പറഞ്ഞ അത്തി കരിഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഉടനെ ശിഷ്യന്മാർക്ക് ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ഒരു ആഗ്രഹം, ഒരു വാഞ്ച. കർത്താവേ, ഇത് കൊള്ളാലോ, ഇതെങ്ങനെ സംഭവിച്ചു? യേശു അവരോട്, നിങ്ങളും വിശ്വാസമുള്ളവരായാൽ, വിശ്വസിച്ചുകൊണ്ട് സംശയിക്കാതെ ഞാൻ ഈ അത്തിയോട് പറഞ്ഞതുപോലെ നിങ്ങളും പറഞ്ഞാൽ, അത് അത്തിയെന്ന് മാത്രമല്ല, അത് വലിയ പർവ്വതമാണ് പോലും. അത്തിയല്ല, അത് വലിയ പർവ്വതമാണ് പോലും. വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ച് ഒന്ന് സ്വീകരിക്കട്ടെ. അത് വലിയ പർവ്വതമാണ് പോലും. അത് നിന്റെ മുമ്പിൽ നിന്ന് വഴിമാറും. ആ വലിയ മലയെങ്കിലും അത് വഴിമാറും. സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ. ഇത്രയും ശക്തമേറിയ വാഗ്ദത്തം, ഇത്രയും ശക്തമേറിയ ദൂത് നമ്മുടെ പക്കലിരിക്കുകയാണ്. പക്ഷെ സമയം 1 മണിയായെന്ന് എനിക്കറിയാം. അവസാനിപ്പിച്ചേക്കാം, പ്രാർത്ഥിച്ചേക്കാം. ഒരു വാക്കിയുടെ വായിച്ചു തരാമോ? നിങ്ങൾ റെഡിയാണോ? എനിക്കറിയാം ഇന്നത്തെ മെസ്സേജ് അത്ര നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ വന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ രക്ഷപ്പെടാനുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പിടി കിട്ടിയോ? രക്ഷപ്പെടാനുള്ളത് ഈ ഒരൊറ്റ കാര്യത്തിൽ റെഡിയായാൽ എല്ലാം റെഡിയാവും. അല്ലെങ്കിൽ എഞ്ചിനുണ്ട്, 4 ടയർ ഇല്ലാത്ത വണ്ടി പോലെ ആയിരിക്കും. പിടി കിട്ടിയോ? സ്വോത്രം. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിച്ചു. ഞങ്ങൾ എവിടേക്ക് പോകേണ്ട? യിരെമ്യാ 15:20-21 മുതൽ വായിച്ചേ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച്, ആ വാക്യാണ്, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെ ആകും. ഇത് എന്നോ വേർഡാന്നേ. സത്യം പറയട്ടെ, ഞാനിതങ്ങ് വിശ്വസിച്ച് കർത്താവിന് നന്ദി പറയുക. എങ്കിലും എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നീ നിന്റെ വാ കൊണ്ട് അധമമായതൊഴിച്ചെന്ന് വെച്ചാൽ നെഗറ്റീവ് പറയുന്നത് നിർത്തിയിട്ട് നീ പോസിറ്റീവായി സംസാരിക്കാൻ തുടങ്ങിയാൽ ദൈവം പറയുക, നീ എൻ്റെ ദൈവത്തിന്റെ വാ പോലെ ആകുമോ? ചിന്തിക്കാൻ പോലും പറ്റൂല. ദൈവം തമ്പുരാൻ എന്തേലും വാ കൊണ്ട് പറഞ്ഞ അത് ഫെയിൽ ആവോ? പ്രോമിസ്. കത്തോലിക്ക സഭയിലെ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഡാനിയൽ പൂവണ്ണത്തിൽ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ ഒരിക്കൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അച്ഛന് ഒരു ആശ്രമത്തിൽ പോയി. അപ്പൊ ആ ആശ്രമത്തിൽ അവിടുത്തെ വലിയ അച്ഛൻ, വലിയ പുരോഹിതൻ, ഒത്തിരി കോഴിയെയും വാത്തയും താറാവിനെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പം ഇവര് 2 കൊച്ചന്മാര് ഈ ആശ്രമത്തിൽ ഇരിക്കുമ്പം ഈ വലിയ അച്ഛൻ, അവിടുത്തെ സീനിയർ മോസ്റ്റ് അച്ഛൻ, പിതാവ്, പുള്ളി അച്ഛനൊരു കൂടയ്ക്കകത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ ഈ കൊച്ചന്മാര് 2 പേരും വെളിയിറങ്ങി ചോദിച്ചു, അച്ഛോ എങ്ങോട്ടായി കൊണ്ടുവന്നേ? എന്നാ ഇത്? വന്നാ കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഓടിക്കൂടെ പോയപ്പോൾ ആശ്രമമാണ്, കത്തോലിക്ക സഭയുടെ ഒരു ആശ്രമമാണ്. ഈ കൂടെ നിറച്ചും ചോറും ഗോതമ്പും ഒക്കെയാണ്. അവിടെ നിറച്ചും വാത്തയും കോഴിയും താറാവും ഒക്കെ ഉണ്ട്. ഈ അച്ഛൻ, വലിയച്ഛൻ ഇതിനെല്ലാം ഫുഡ് കൊടുക്കുക. അപ്പൊ ഈ കൊച്ചന്മാരെ ചേർന്ന് പറഞ്ഞു, ഇത്രയും വാത്തയും കോഴിയും താറാവും ഒക്കെ ഉണ്ടായിട്ടാണോ ഒരു മുട്ട പോലും ഞങ്ങൾക്ക് തരാഞ്ഞത്?
അപ്പൊ വല്യച്ഛൻ പറഞ്ഞു, ഓ കുറെ വർഷങ്ങളായി മാസങ്ങളായി തീറ്റുന്നതല്ലാതെ ഇതുങ്ങളൊന്നും മുട്ടയിടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് ഒരു അച്ഛൻ, അത് വളരെ കരിസ്മാറ്റിക് ആയിട്ട് നിൽക്കുന്ന അഭിഷേകമുള്ള അച്ഛനാണ്. ആ അച്ഛൻ ഈ കൂട കഴിഞ്ഞ് മേടിച്ചു, ഈ ഫുഡ് കൊടുക്കുന്ന കൂട വല്യച്ഛനെ നിന്ന് മേടിച്ചു. എന്നിട്ട് ഒരു പിടി ഗോതമ്പ് വാരിച്ച് പറഞ്ഞു, താറാവിനും കോഴിക്കിട്ടു അരി തിന്നോണം മുട്ടയിട്ടോണം, അരി തിന്നോണം മുട്ടയിട്ടോണം, അരി തിന്നോണം മുട്ടയിട്ടോണം, അരി തിന്നോണം മുട്ടയിട്ടോണം. ഒരു 6 മാസം കഴിഞ്ഞ് ഇവര് വീണ്ടും ഈ അച്ഛന്മാർ ഈ ആശ്രമത്തിൽ പോയപ്പം വീണ്ടും ഈ വലിയച്ഛൻ ആ ഇടനാഴിയിലൂടെ 2 കൂടയായിട്ട് പോന്നു. അപ്പൊ മറ്റേ അച്ഛൻ ചിന്തിച്ചു ഫുഡുമായിട്ട് പോവായിരിക്കും. ചോദിച്ചു, അച്ഛാ എന്നാച്ചാ കൂടയില്? മുട്ടയാടാ, നിറച്ച് മുട്ടയാണ്. നിനക്ക് ഞാൻ തരുന്നുണ്ട് ഈ പ്രാവശ്യം തിരിച്ചു പോകുമ്പോ മുട്ടയെന്ന്. അരി നിന്നോണം. യേശുവിന് അത്തിയോട് പറയാമെങ്കിൽ അച്ഛനെ താറാവിനോട് പറഞ്ഞൂടെ? ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഇതൊന്നും ചിലർക്ക് വലിയ വിശുദ്ധന്മാരുണ്ട്, അവർക്കൊന്നും പിടിക്കുകയില്ല. നീ അവിടെ ഇരുന്നോ. സ്തോത്രം. ചേർന്ന് രാമ്യം പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ. ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വിധവയായ സ്ത്രീ, ഇതോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിധവ ഞാൻ അടച്ചു വെച്ചില്ലെങ്കിലേ, വിധവയായ സ്ത്രീ അവളുടെ ഭർത്താവ് മരിച്ചുപോയി. അവളുടെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചോണ്ട് പോകാൻ വീട്ടിൽ നിൽക്കുക. അടിമകൾ, അന്നത്തെ കാലത്ത് അടിമകളാക്കി പിടിച്ചോണ്ട് ഈ പണിയെടുപ്പിക്കും. എന്നിട്ട് ആ പൈസ അതിനകത്ത് അവർ പിടിക്കും. അപ്പൊ എലീശ വീട്ടിൽ വന്നു. പ്രവാചകനായ എലീശ, ഈ സഹോദരി, ആ മനുഷ്യനൊരു പ്രൊഫറ്റായിരുന്നു. എലീശയുടെ കൂടെ ഉണ്ടായിരുന്ന ആള്. പക്ഷെ പുള്ളി മരിച്ചുപോയി. ആ വീട്ടിൽ വരുമ്പോൾ 2 രാജാക്കന്മാർ 4-ാം അധ്യായം 2-ാമത്തെ 1-2 വാക്യങ്ങളിൽ അവൾ പറയുന്നുണ്ട്, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു, നിനക്കറിയാലോ. ഇപ്പോൾ കടക്കാര് എൻ്റെ 2 മക്കളെ അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ 2-ാമത്തെ വാക്യത്തിൽ എലീശ അവളോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക. അപ്പൊ എന്റെ ചോദ്യം തൃശ്ശൂര് എൻ്റെ പ്രിയപ്പെട്ടവരോട്, പറഞ്ഞില്ലേ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞില്ലേ? കടവാന്ന് പറഞ്ഞില്ലേ? മക്കളെ പിടിച്ചുകൊണ്ടുപോയി അടിമകളാക്കാൻ നിർത്തിയെന്ന് പറഞ്ഞില്ലേ? അതല്ല അത് നിന്റെ പാസ്റ്റാ നീ പറഞ്ഞേ, അത് നിന്റെ പ്രസന്റ് സിറ്റുവേഷനാ നീ പറഞ്ഞേ. പക്ഷെ ഇനി നീ പറയേണ്ടത് അതല്ല. ഇത്രയും നീ പറഞ്ഞത് പഴയ കാര്യങ്ങളാ. നെക്സ്റ്റ് എന്താന്ന് പറയണം. അപ്പോ ആ സഹോദരിക്ക് വേണേ നിങ്ങളിൽ ചിലരെ പോലെ, എല്ലാവരും അല്ല, ചിലരെ പോലെ പറയാം, അത് പാസ്റ്ററല്ലേ പറയേണ്ടത്. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്ന, ഞങ്ങളുടെ വീട്ടിൽ വന്ന എലീശ പ്രവാചകനെ, പാസ്റ്ററെ, ടിനു പാസ്റ്ററെ, ജിജി പാസ്റ്ററല്ലേ പറയേണ്ടത്. നിങ്ങൾ നമ്മുടെ ഡയലോഗാ, ഞാൻ കണ്ണടയ്ക്കാം, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പറ. അല്ല, നിങ്ങൾ എന്തുവാന്ന് വെച്ചാ പ്രാർത്ഥിച്ചിട്ട് പറ. എലീശയ്ക്ക് പറയാനുള്ളത്, നിന്റെ വീടിന്റെ പ്രതിനിധി ഞാനല്ല, നിന്റെ വീടിന്റെ പ്രതിനിധി നീയാ. നിന്റെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് നീ പറയണം. നിന്റെ പട്ടണത്തിൽ എന്ത് സംഭവിക്കണമെന്ന് നീ പറയണം. നിന്റെ സഭയിൽ എന്ത് നടക്കണമെന്ന് നീ പറയണം. ആ വാക്കിനാണ് നിങ്ങളുടെ മക്കൾ എന്തായി തീരണമെന്ന് മാതാപിതാക്കൾ പറയണം. ഒന്ന് കരമടിച്ച് കർത്താവിന് എന്ന് പറഞ്ഞു. നിങ്ങൾക്കാണ് അവരുടെ മേൽ അതോറിറ്റി ഉള്ളത്. എന്റെ ഭവനത്തിൽ, എന്റെ ശുശ്രൂഷയിൽ, എന്റെ ആത്മീയ മക്കളുടെ ബ്ലെസ്സിംഗ് ഞാൻ പറയണം. Thank you, Holy Ghost. പ്രധാനമായും ശ്രദ്ധിക്കുക, only one thing, God is listening. Amen. All of our conversations. Amen. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Thank you, Lord Jesus. ആ കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദി പറയുന്നു. ചില മിനിറ്റുകളൊന്ന് നന്ദി പറഞ്ഞേ. നന്ദി പറഞ്ഞു. Thank you, Jesus. We celebrate your victory. പറഞ്ഞ ഇന്നൊരു വലിയ വിടുതൽ എൻ്റെ ജീവിതത്തിൽ ദൈവം അയക്കും. ഇന്നൊരു സൗഖ്യം എനിക്കുണ്ടാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ്, നിങ്ങളുടെ ബിസിനസിന്റെ പേര് പറഞ്ഞ്, നിങ്ങളുടെ സഭ എങ്ങനെയാകണമെന്ന് പറഞ്ഞ്, നിങ്ങളുടെ
ശുശ്രൂഷ എന്തായി മാറണമെന്ന് പറഞ്ഞു. ഇതിലെല്ലാം ഉപരിയായി എല്ലാവരും എന്നെ കണ്ണു തുറന്ന് നോക്കി, ആ കൈയൊന്ന് താഴ്ത്തിയിട്ടെ മക്കളെ. ഇതിലെല്ലാം ഉപരിയായി റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇത്ര വലിയവനായ ദൈവം പോലും നമ്മുടെ അകത്ത് വരണമെങ്കിൽ വാ കൊണ്ട് പറയണം. ഇന്ന് പറയണം, യേശുവേ എൻ്റെ കർത്താവേ, നീ എൻ്റെ ആത്മാവിലേക്ക് വരണമേ. നിങ്ങൾക്കറിയാമോ, ഇതിപ്പോ ഇലക്ഷൻ കഴിഞ്ഞ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും 1,00,000 വോട്ട് മേടിച്ച് ജയിച്ചാലും ഗവർണർ പറഞ്ഞു കൊടുക്കുന്ന സത്യപ്രതിജ്ഞാ വാചകം ഏറ്റു പറഞ്ഞില്ലെങ്കിൽ മന്ത്രിയാകില്ല. സ്പീക്കർ പറഞ്ഞു കൊടുക്കുന്ന വാക്ക് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ MLA ആകില്ല. ഈ ഭൂമിയിലും ചിലതാകണമെങ്കിൽ വാ കൊണ്ട് പറയണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായ, നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. ആ കർത്താവ് എൻ്റെ ഉള്ളിൽ വരണമെങ്കിൽ, ആ കർത്താവിൽ ഞാൻ ജീവിക്കണമെങ്കിൽ, അതാണ് വഴിത്തിരിവ്. ജീവിതത്തിന്റെ വഴിത്തിരിവ് അതാണ്. ഈ ആരാധനയിൽ എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ, കർത്താവെ, ഞാൻ ഇതുവരെ സ്നാനപ്പെട്ട ഒരു വ്യക്തിയല്ല, ഞാൻ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ ജീവിതം ഇന്ന് യേശുവിനായി കൊടുക്കുന്നു, എൻ്റെ ഹൃദയം ഇന്ന് ഞാൻ യേശുവിനായി കൊടുക്കുന്നു, യേശുവേ എന്നിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ആ കൈയൊന്ന് ഉയർത്തി. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണം, എനിക്ക് അവന്റെ വഴിയിൽ നടക്കണം, എൻ്റെ പാപങ്ങളെ ഉപേക്ഷിച്ച് എനിക്ക് എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ളവർ ആ കൈകളെ ഉയർത്താം. നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചു. ആ കരങ്ങൾ ഉയർത്തി വരുന്ന ഓടി മുന്നിലേക്ക് വന്നേ. ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പെട്ടെന്ന് വാ മോളെ, മോനെ ഓടി വാ. ആ ബ്രദർ ഓടി വാ. ആ കയ്യിൽ ആ കൊന്തയൊക്കെ ഇട്ടിരിക്കുന്ന ബ്രദർ ഓടി വാ. ആ സഹോദരി ഓടി വാ, പ്രാർത്ഥിക്കാൻ പോവാ. Thank you, Jesus. യേശുവേ നന്ദി. എന്നെ സമർപ്പിക്കുന്നു. അവര് മാത്രം ആ തീരുമാനം എടുത്തവർ, സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനം എടുത്തവർ ഓടി വന്നു. യേശുവിന് വേണ്ടി എന്നോടുള്ള സർവനന്മകൾ